കാലം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല. അങ്ങനെ വലിയ മാറ്റം സംഭവിക്കാത്ത കാര്യമാണ് സിനിമ നായകന്റെ പേരിൽ അറിയപ്പെടുന്നത്. അതങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഒരു സിനിമ നമ്മളെ തൃപ്തിപ്പെടുത്തേണ്ട ഒരുപാട് ഘടകങ്ങളിലൊന്നാണ് സിനിമയിലെ കോസ്റ്റാർസ്. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ കോസ്റ്റാർസിൽ എനിക്ക് സിനിമയിൽ കാണാൻ ആഗ്രഹമുള്ള ചുരുക്കം ചില മുഖങ്ങളിൽ ഒരാളാണ് എന്റെ തൊട്ടപ്പുറത്തെ സീറ്റിലിരിക്കുന്നത്. നമസ്കാരം, റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിന്റെ സമയം. ഇവിടെ ഹാജർ വെച്ചിരിക്കുന്ന എന്റെ പേര് ശാലിനി. ഇനിയിപ്പോ ഈ മുഖത്തിന്റെ ഉടമയുടെ പേര് ഞാൻ തന്നെ പറഞ്ഞോ അത് സ്വന്തമായിട്ട് പറയോ? ഞാൻ തന്നെ പറഞ്ഞേക്കാം, ഇത്രയും പൊക്കി പറഞ്ഞല്ലേ. അപ്പൊ തോന്നിയല്ലേ? എന്നാ പറഞ്ഞേക്ക്. ഞാൻ ജോജു. ഞാൻ ഇത്രയും ഇങ്ങനെ പൊക്കി പറഞ്ഞപ്പോ അത് പൊക്കലായിട്ടെന്ന് തോന്നിയ ശരിക്കും? ഇല്ല, സത്യമാണ്. പക്ഷെ ഞാനത് അംഗീകരിച്ചു കഴിഞ്ഞാൽ വളരെ മോശമല്ല. അഹങ്കാരിയാന്ന് ആരെങ്കിലൊക്കെ പറഞ്ഞാലോ? സുഖിപ്പിക്കലൊക്കെ കേട്ടാ മനസ്സിലാവോ? പിന്നെ ഇപ്പൊ തോന്നി അങ്ങനെ? ഇല്ല, ശാലിനി നല്ല കുട്ടിയല്ലേ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലൊക്കെ പറഞ്ഞിട്ടോ ജോജുവിനെ സ്ക്രീനിൽ കാണുമ്പോ എന്തോ ഒരു സന്തോഷം എന്നൊക്കെ? അയ്യോ, ഇത് കേൾക്കുമ്പോ തന്നെ വളരെ സുഖമുള്ള ഒരു കാര്യം. എനിക്ക് ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാ. അല്ലല്ല, സിനിമ ഇഷ്ടപ്പെടാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അത് തന്നെ നമുക്ക് വളരെ ബോണസ് അല്ലേ. അല്ലാണ്ട് ആളെ സ്ക്രീനിൽ കാണുമ്പോ ഒരു സന്തോഷമൊക്കെ ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ലേ? പെൺകുട്ടികൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കേൾക്കാൻ കൊതിക്കാത്ത ഏത് ആൺകുട്ടിയാണ് ഇവിടെ ഉള്ളത്? അങ്ങനെ പറഞ്ഞിട്ട് ഇല്ല. അങ്ങനെ സ്ക്രീനിൽ കാണാൻ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് ആദ്യമായി കേൾക്കുന്നത് ഞാൻ റേഡിയോ മാംഗോന്നാണ്. എന്റെ അടുത്താണ്. അതെ, എന്നെ ഒരിക്കലും മറക്കില്ല അല്ലേ. ആദ്യമായിട്ട് ഇനി വേറൊരു ഇന്റർവ്യൂവിൽ ചെന്ന് പറയാലോ റേഡിയോ മാംഗോയിലെ ശാലിനി പറഞ്ഞിരുന്നത്. പക്ഷെ സത്യമായിട്ട് പറയാണ് കേട്ടോ, ചില ആൾക്കാരെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, ഈ ആളുടെ അടുത്തുനിന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും സിനിമ കുളമാണെങ്കിലും. സിനിമയിൽ നിലനിന്ന് പോകുന്നത് എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്. നായകനായാലും സഹനടന്മാരായാലും ഒരു ലൈക്കബിലിറ്റി ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രമാണ് നിലനിന്ന് പോകാൻ പറ്റുക എന്നുള്ളത്. പക്ഷെ അതൊരു തികച്ചും ദൈവാനുഗ്രഹം മാത്രമാണെന്ന് കൂട്ടാനേ പറ്റുള്ളൂ. അത് നമ്മൾ തീരുമാനിക്കണമെന്നല്ലോ. നമ്മൾ അഭിനയിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നതും ഒപ്പം തന്നെ അയാളെ ഇഷ്ടമാട്ടോ എന്ന് പറയുന്നതും രണ്ടാണെന്ന് തോന്നുന്നു അല്ലേ? ഇയാൾ പറഞ്ഞത് സത്യം. അതൊക്കെ സമ്മതിച്ചാ പറയാൻ തന്നെ. ഞാൻ എന്ത് പറഞ്ഞിട്ടാ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ? എനിക്ക് വിളിക്കുമ്പോ ജോജു എന്ന് വിളിക്കാം, പക്ഷെ പറയുമ്പോ ജോജു ജോർജ്, ജോജു മാള, പിന്നെ ജോസഫ് ജോർജ്, കുറെ പേരുണ്ടല്ലോ. ഒരാൾക്ക് ഇത്ര പേര്? എന്റെ ശരിക്കും പേര് ജോജു തന്നെയാണ്. എന്റെ റെക്കോർഡ് നെയിം ജോസഫ് ജോർജ് എന്നാണ്. പിന്നെ ജോജു ജോർജോ? ജോജു ജോർജ് എന്റെ അപ്പനാണ്. അത് സ്കൂളിലെ സർട്ടിഫിക്കറ്റിലെ പേര് ജോർജ്. എനിക്ക് വന്നു വീണ ഒരു പേരാണ് ജോജു മാള. വേണോന്ന് വെച്ചിട്ടല്ല, അത് വേണമെന്ന് വെച്ചിട്ടില്ല, അത് വന്നു. അപ്പൊ അത് മാറ്റാൻ വേണ്ടിട്ട് ഞാൻ നേരെ ജോർജിന് കയറ്റിയിട്ടതാ. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ജോജു ജോർജ് മാള എന്ന് പലരും പറഞ്ഞു തുടങ്ങി. അപ്പോഴും മാള പോയിട്ടില്ല. അല്ല, അത് പോണെന്നുള്ളതല്ല, എനിക്ക് എന്നെ ജോജു എന്ന് മാത്രം വിളിച്ചാൽ മതി. അങ്ങനെ അറിയപ്പെടാനാണ് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമുണ്ടല്ലോ. ചിലർക്ക് സ്ഥലപ്പേരിൽ വീട് എവിടെയെന്ന് പറഞ്ഞ എന്റെയോ എന്തൊരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞല്ലോ, പറഞ്ഞാൽ തിരിയാത്തൊരു പേര്. ബംഗാളൂരോ? അല്ല, ഞാങ്ങാട്ടുകരി. ഞാങ്ങാട്ടുകരി എന്ത് രസമായിരിക്കും, ശാലിനി ഞാങ്ങാട്ടുകരി. ഇത്രയേ ഉള്ളൂ അതിന്റെ സൈക്കോളജി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. തിരിച്ച് അവതാരം എടുത്തല്ലേ. ശരി, ബാക്കിയുള്ള ചോദ്യങ്ങൾ ഞാൻ ശരിയാക്കി തരാം. സിനിമ ഇൻഡസ്ട്രി ഭാഷ ഏത് വേണേലും ആയിക്കോട്ടെ, കഴിവ് മാത്രമല്ല, ലക്ക് ഇസ് ഓൾസോ ഫാക്ടർ. അത് ലക്കാണോ ദൈവാനുഗ്രഹമാണോ എന്താണെന്നുള്ളത് ഭാഗ്യം എന്ന് പറയുന്ന പോലുള്ളൊരു കാര്യമുണ്ട് അതിൽ. സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് അത്ര വലിയ പ്രശ്നമായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം പണ്ടത്തെ പോലെയല്ല, ഇന്നത്തെ ഡയറക്ടേഴ്സൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. ഫോൺ വിളിച്ചെടുക്കും, അവർ സംസാരിക്കും, കാര്യങ്ങൾ ചോദിക്കും, നല്ല ആളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ നോക്കും. അങ്ങനെയാണ് എനിക്ക് ചാൻസ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇതുകൊണ്ട് ജീവിച്ചു പോവുക എന്ന് പറയുന്നത് വലിയൊരു പരിപാടി. കാരണം നമ്മൾ അഭിനയിച്ച സിനിമ വിജയിക്കണം, വിജയിച്ച സിനിമയിൽ നമ്മുടെ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെടണം, ആളുകൾക്ക് ഇഷ്ടപ്പെടണം, അത് നമ്മൾ ചെയ്ത് നന്നാവണം. ഇത്രയും കാര്യങ്ങൾ നടന്നാൽ മാത്രമാണ് മുന്നോട്ടുള്ള ഫോൺ വിളികൾ നമുക്ക് വരികയുള്ളൂ. അപ്പൊ ഇത്ര നാളത്തെ ഈ ഒരു സിനിമ എക്സ്പീരിയൻസ് വെച്ചിട്ടേ ലക്കാണോ അതോ കഴിവാണോ കൂടുതലുള്ളത് ജോജുവിന്? അയ്യോ, ഉറപ്പായിട്ടും പറഞ്ഞല്ലോ. അതെ, അല്ല, അത് കാര്യമുണ്ട്. കാരണം ഞാൻ കുറെ വർഷങ്ങള് ചാൻസ് ഒക്കെ ചോദിച്ച് നടന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചാൻസ് ചോദിച്ചിരുന്ന, ഞാൻ എന്നേക്കാൾ കഴിവുള്ളവരായിട്ട് കണ്ട് ഞാൻ അഭിപ്രായം ചോദിക്കുന്ന ആൾക്കാർ എന്റെ അത്രയും വർക്ക് ചെയ്യാതിരിക്കുന്നവരുണ്ട്. ഞാൻ ചില സിനിമയിലൊക്കെ അവസരം വന്നപ്പോഴൊക്കെ ഞാൻ ഈ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിക്കും, എടാ ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട്, ഞാനത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്, നിനക്ക് എന്ത് തോന്നുന്നു, നീ എനിക്ക് എങ്ങനെ ചെയ്യും എന്നൊക്കെ ഞാൻ വെറുതെ ചോദിക്കാറുണ്ട് മെയിൻ വേഷങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ അവര് വളരെ പുല്ലുപോലെ പറയും, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇതൊക്കെ പറയും. പിന്നെ എന്റെ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്കെച്ചുകളുണ്ട്. ഞാൻ മാളയുടെ അടുത്തുള്ള ഒരു കുഴൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമമാണ് എന്റെ വീട്. എല്ലാ ഉത്സവങ്ങളും ഭയങ്കരമായിട്ട്, ഉത്സവങ്ങളും പെരുന്നാളുകളും എല്ലാ ആഘോഷങ്ങളും ഭയങ്കര ഭംഗിയായിട്ട് ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ്. തമാശ റോളുകളാണ് എന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള തമാശകൾ എല്ലാം എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. എന്റെ സുഹൃത്തുക്കൾ പറയുന്ന തമാശകളിലെ കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സെൽഫ് ഇംപ്രവൈസേഷൻ ആണ് ഇത്. ചില അത് അങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ ചിരിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് എനിക്ക് ഓൾറെഡി ഒരു ധാരണയുണ്ട്, ഇങ്ങനത്തെ രീതിയിൽ ഞാൻ ചിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ചിലപ്പോൾ എന്റെ ഒരു രീതിയിൽ കാണിച്ചാൽ ചിലപ്പോൾ ചിരിക്കും എന്നുള്ളത്. ഇപ്പോ ഈ ജഡ്ജ്മെന്റ് ശരിയാണ്, കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ ചിരിച്ചോളന്നില്ല സ്റ്റോക്ക് തീർന്നാൽ. അല്ല, അപ്പൊ തിരിച്ച് നാട്ടിൽ പോകുമ്പോഴേ അവിടെ ഉള്ള ഒരു സിനിമ ഉണ്ടാവില്ല, അപ്പൊ അവര് ചോദിക്കില്ലേ ദേ ഇന്നാളുടെ തമാശയിൽ നീ ചൂണ്ടിയതെന്നൊക്കെ ചോദിക്കില്ലേ? ഉറപ്പായിട്ടും ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവര് എന്നോട് ചോദിക്കും, എടാ നീ ഇത് ഇന്ന ആളുടെ പോലല്ലേ ഈ ആക്ഷൻ കാണിച്ചത്. ഇപ്പൊ ഞാൻ ഇടി എന്നുള്ള സിനിമയിൽ ഒരു ആക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഡാൻസ്
ഡാൻസിന്റെ ഒരു സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഞങ്ങളുടെ ഒരു കള്ളി ഷാപ്പിലൊരു പുള്ളി വളരെ സീരിയസ് ആയിട്ട് കള്ളി ഷാപ്പിൽ കയറി പോകും. അടിച്ച് ഫിറ്റായി വന്നിട്ട് ചിരിച്ച മുഖത്തോട് വന്നിട്ട് ഈ ആക്ഷൻ എല്ലാവരും മുഖത്ത് കാണിച്ചിട്ടാണ് ഇറങ്ങിപ്പോവുക. അപ്പൊ അത് കൊള്ളാന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. അത് ആ പടത്തിൽ ഉപയോഗിച്ചു. ഞാൻ നല്ല ലുലുവിൽ പോയി കഴിഞ്ഞപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി കൂടിയിട്ട് ചേട്ടാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഇവർ ഭാര്യയും ഭർത്താവിനെ വിളിച്ചിട്ട് ഈ ആക്ഷൻ എന്നെ കാണിച്ചു തന്നു. ഞാൻ ചിരിച്ചു പോയി. അത് പണ്ട് ഞാൻ ഇത് കണ്ട് ചിരിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ അങ്ങനെ ഉപയോഗിച്ച് നോക്കി. ഇതൊക്കെ ചെറിയ ടെക്നിക്കുകൾ, ഇത് വലിയ കാര്യമില്ലെന്ന്. നമുക്ക് അഭിനയത്തെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ ഡിസ്കസ് ചെയ്യണം. എന്റെ അഭിനയമൊക്കെ ഡിസ്കസ് ചെയ്യാന്ന് കഴിഞ്ഞാൽ ഞാൻ വെള്ളം കുടിക്കും. അല്ല, അങ്ങനെയാണ് എനിക്ക് ലാലേട്ടനും മമ്മൂക്കിനെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയാൽ മതിയല്ലോ. ജോജുവിനെ കൊണ്ടുവന്നിരുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇത്ര സിനിമകളിൽ അപ്പൊ ഒരു പേരില്ലാതെ മുഖം മാത്രമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കണക്കെടുത്തിട്ടുണ്ടോ? അങ്ങനെ കുറെ സിനിമയിലുണ്ട്. ഒരു ഡയലോഗും ഇല്ലാതെ ബാക്കിലൂടെ നടക്കുന്ന വേഷങ്ങൾ കുറെ പടത്തിൽ ചെയ്തിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അങ്ങനെ പോയി ഒരു ഡയലോഗ് കിട്ടി, പിന്നെ 2 ഡയലോഗ് കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോ കഥാപാത്രത്തിന് ഒരു പേരുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ പേരുള്ളൊരു വേഷം കിട്ടി. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ച് അവസാനം ഇവിടെ ഇടിയായിട്ടും ദമ്മായിട്ടും ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ടോട്ടൽ എത്ര സിനിമയായി ഇപ്പോ? ഞാൻ ഡയലോഗ് പറഞ്ഞ പടങ്ങളാണ് അത് 80 സിനിമയോളത്തോളായി. ആണോ? അപ്പൊ ഏത് സിനിമയിൽ ആദ്യം ഡയലോഗ് പറഞ്ഞത്? ദാദാ സാഹിബ് എന്നുള്ളൊരു സിനിമയാണ് മമ്മൂക്ക അഭിനയിച്ച പടം. 99 നമുക്ക് ആദ്യമായിട്ടൊക്കെ കിട്ടുന്ന ഡയലോഗ് ഒരിക്കലും ഒരു മനുഷ്യൻ മറക്കില്ലല്ലോ. അയ്യോ, ആ ഡയലോഗ് മറക്കില്ലെന്നുള്ളതല്ല, ആ ഡയലോഗ് പറയാൻ ഞാൻ പാടുപെട്ടുപോയി. ഒരു സ്ഥലത്ത് ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സഹപാഠികളോട് പറയാണ്. അത് കൃത്യസമയത്ത് പൊട്ടുമെന്ന്. ഈ ഗ്രൗണ്ടിന്റെ ചുറ്റുവട്ടത്ത് ബോംബ് വെച്ചിട്ടുണ്ട്. കൃത്യം 10:30 ഈ ബോംബ് പൊട്ടും. സ്കൂൾ കുട്ടികളടക്കം എത്ര പേര് മരിക്കും. നമ്മുടെ ടാർഗറ്റ് ഇതാണെന്ന് ഞാൻ പറഞ്ഞതാണെങ്കിൽ ഇപ്പോഴും ഞാൻ ആ സീൻ കാണുമ്പോൾ എന്റെ പേടിച്ചിട്ട് ചുണ്ട് മേലേക്ക് വലിഞ്ഞു കയറുന്നത് ഇപ്പോഴും കാണാം. ചെന്നൈയിൽ വെച്ചിട്ടാണ് അത് ആ ഡയലോഗ് പറഞ്ഞത്. ആ ഡയലോഗ് പറയാനായിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നത് ഫ്ലൈറ്റിലാണ് എന്നെ കൊണ്ടുപോയത്. കാരണം കണ്ടിന്യൂറ്റി പ്രശ്നം വന്നു. ഈ ഡയലോഗ് ഇതിന്റെ ബാക്കിൽ നിന്ന് ആള് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കുന്നു തോന്നിയിട്ടാണെന്ന് തോന്നുന്നു. വിനയൻ സാറ് അവനെ വിളിപ്പിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് TK രാജകുമാർ സാറിന്റെ വീട്ടിൽ പോയിട്ട് ചാൻസ് വയ്ക്കുക. അവിടുന്ന് പുറത്തിറങ്ങി നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കോൾ വരുന്നത്. അപ്പം എൻ്റെ കയ്യിൽ 10 പൈസയില്ല. അപ്പോൾ അവരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തൃശ്ശൂരായിരിക്കും എന്ന് വെച്ചിട്ട് പറഞ്ഞു എന്നോട് ഇപ്പം കോയമ്പത്തൂർ വരണം, കോയമ്പത്തൂർ നിന്ന് കോവൈ എക്സ്പ്രസ് ഉണ്ട്, അതിൽ കയറിയിട്ട് ഇമ്മീഡിയറ്റ് ചെന്നൈയിൽ വരണം, ഇന്ന് നൈറ്റ് ഷൂട്ട് വെച്ചിട്ടുണ്ട് നിനക്ക്, ആ വേഷം കുറച്ചും കൂടി കൂടുതലുണ്ട്, ഡയലോഗൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ തൃശ്ശൂരല്ല, ഞാൻ തിരുവനന്തപുരത്താണുള്ളത്. അപ്പോൾ അവർ കട്ട് ചെയ്തു. പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു സർഗം സ്പീഡ് ഓഡിയൻസിൻ്റെ അവിടെ നിനക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്, അതിൽ കയറണം. ഫ്ലൈറ്റോ എന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഈ സംഭവത്തിൽ കയറിയിട്ട് പോലുമില്ല. അങ്ങനെ ആദ്യത്തെ ഡയലോഗ് പറയാനായിട്ട് ഞാൻ പോകുന്നത് ഫ്ലൈറ്റിലാണ്. രാജകീയമായിട്ടാണ്. ഒയ്യോ, അതൊരു യാത്രയായിരുന്നു. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി. അപ്പോൾ ഗൗതം മേനോന്റെ ആദ്യത്തെ സിനിമയുടെ ഷൂട്ടിംഗ് തൊട്ടടുത്ത ഫ്ലോറിൽ നടക്കുക. ഈ ഡയലോഗ് എനിക്ക് പറയാൻ തന്നെ കറക്റ്റ് പറ്റണില്ല. എന്നിട്ട് ഞാൻ പോയിട്ട് എനിക്ക് അറിയാത്ത തമിഴ് പടത്തിൽ ഗൗതം മേനോന്റെ അടുത്ത് ചാൻസ് ചോദിച്ചു. അതിന്റെ സൈഡിൽ കൂടെ ഈ ഡയലോഗ് കറക്റ്റ് പറയാനും പറ്റിയില്ല. പക്ഷെ അത് സിനിമയിൽ വന്നു ആ ഡയലോഗ്. അതിപ്പം ഈ അടുത്തൊക്കെ കുറെ പേര് എനിക്ക് ഫേസ്ബുക്കിൽ ആ സീൻ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ചേട്ടൻ എന്ത് രസമായിട്ടാണ് ചെയ്തേക്കണത് എന്നോട്. എനിക്കറിഞ്ഞൂടെ, അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ചുണ്ടൊക്കെ ഇങ്ങനെ കുളത്തിട്ട് വലിച്ച പോലെയാണ് ചുണ്ടൊക്കെ പോണത് ആ ഡയലോഗിൽ. ഇപ്പൊ പഴയ സിനിമകൾ കാണുമ്പോഴേ, ആദ്യകാലത്തൊക്കെ അഭിനയിച്ച സിനിമകൾ കാണുമ്പോൾ ചളിപ്പാണോ? അല്ല, അതിൽ ചളിപ്പില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയത്തൊന്നും ഈ പരിപാടി എങ്ങനെ അഭിനയിക്കണം നമുക്കൊരു ആഗ്രഹമുള്ളൂ. സിനിമയിൽ മുഖം കാണിക്കണം, അഭിനയിക്കണം. പക്ഷെ ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അത് ഏതൊരാളെ പോലെയും നാട്ടിൽ കുറച്ച് പേര് നമ്മളെ കണ്ട് നോക്കണം, സിനിമാ നടൻ പറയണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയായിരുന്നു. അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത്. പിന്നെ എനിക്ക് കുറെ സൗഹൃദങ്ങൾ കിട്ടി. ബിജു മേനോനായിട്ട് ഉള്ള എൻ്റെ ഒരു സൗഹൃദമാണ് അതിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ്. പുള്ളിയുടെ കൂടെയൊക്കെ നടക്കുമ്പോൾ പുള്ളി വലിയ സ്റ്റാർ ആയിരുന്ന സമയത്ത് തന്നെ പുള്ളി ഒരു വളരെ കൂളായിട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. മുഖം കാണിച്ച ആള് ഞാൻ ഏറി പിടിച്ച് നടക്കുകയും ഇത്രയും വലിയ നടനായിട്ടുള്ള പുള്ളി നടക്കുന്നതാണെന്ന് എനിക്ക് ഞാൻ എന്തൊരു ബോറാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഞാൻ ഇന്ന് വരെ സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് ഒരാളോട് പറയാൻ തന്നെ കോളേജിൽ ചെല്ലുമ്പോൾ എന്നോട് പ്രിൻസിപ്പാൾ ഉദ്ഘാടനം ചെയ്യാൻ ചെയ്യുന്ന കോളേജിൽ കഴിഞ്ഞ ദിവസം ക്രൈസ്റ്റ് കോളേജിൽ ഞാൻ ചെല്ലുക, എന്നെ സ്വാഗതം പറയാനായിട്ട് അവിടുത്തെ സാറ് വന്നു. പറഞ്ഞ് അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഉദ്ഘാടനയാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ പേര് എന്ന് ചോദിച്ചു. സ്വാഗത പ്രസംഗം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് പേര്. ജോജു. എന്താ ചെയ്യണേ? അവൻ ഞാൻ ഉദ്ഘാടകനായിട്ട് ഞാൻ സ്റ്റേജിലിരിക്കുമ്പോഴാണ് ഈ സാർ എന്നോട് ചോദിക്കുന്നത്. ആൾക്ക് പുള്ളിക്ക് സ്വാഗതം പറയണം അതിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഇഷ്ടം പോലെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ ചിരിച്ചിട്ട് തന്നെ പറയും ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളാ. ഓക്കെ എനിക്ക് സിനിമ കാണാറില്ല, പിടുത്തല്ലെന്ന് പറഞ്ഞു. അപ്പം നമുക്കത് നമ്മൾ എക്സ്പെക്ട് ചെയ്യരുതല്ലോ അല്ലേ? അപ്പോഴേ ആറ്റുനോറ്റ് സിനിമയിൽ വന്ന ഒരാളാന്ന് പറഞ്ഞില്ലേ, ഫേമസ് ആവാൻ ഇഷ്ടമായിരുന്നു. പിന്നെ അപ്പൊ വൺസ് ഫേമസ് ആയി കഴിഞ്ഞപ്പോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമായിരുന്നോ? സ്വന്തം പേരൊക്കെ അടിച്ചു കൊടുക്കായിരുന്നോ? അയ്യോ എന്റെ പേര് ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊക്കെ? ഞാനത് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് വിക്കിപീഡിയ ഒക്കെ എടുത്തൊക്കെ നോക്കും.
നോക്കും. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ പേരിൽ അങ്ങനെയൊക്കെ കാണുന്നു. ഞാൻ ആഗ്രഹിച്ചത് അഭിനയിക്കണം എന്നുള്ളതാണെങ്കിലും എനിക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നു എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് എനിക്ക്. പിന്നെ നാളെ ഇപ്പൊ ഈ സപ്പോസ് എനിക്കിപ്പോ സിനിമ ഇല്ലാത്തൊരവസ്ഥ വന്നാൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പി. വെറുതെ പറയണതല്ല, കാരണം ഞാൻ ഇത്രയൊന്നും അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്നുള്ള ഒരു സിനിമ കഴിഞ്ഞോട് കൂടിയിട്ട് ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയി. ഇതിന്റെ അപ്പുറം ഒരു കാര്യം എനിക്ക്, കാരണം അതിലൊരു ടൈറ്റിൽ റോളിൽ ഞാൻ അഭിനയിച്ചു. അതിന്റെ അപ്പുറം ഒരു കാര്യം ഇനി സംഭവിക്കുമെന്ന് ഞാൻ, സത്യസന്ധമായിട്ടുള്ള കാര്യമാണത്, ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ശരി, എന്നാ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞു. ജോജു ജോർജ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആക്ടർ ജോജു എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരണം എന്തൊക്കെയാ കേക്കട്ടെ? സെർച്ച് രാജാതിരാജയിലെ അപ്പിയറൻസിലുള്ള ഫോട്ടോ ആണ് ആദ്യം വരിക, പേരടിച്ച് ഇമേജ്. പിന്നെ എന്റെ ജോജു സൈഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിട്ട് മലയാളം ആക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അതൊക്കെ ഞാൻ സംഭവിച്ചു. അല്ലാതെ തന്നെ കുറെ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. ജോജു എന്ന് അടിച്ചു കൊടുക്കുമ്പോഴേക്കും ജോജു ജോർ കോമഡി എന്ന് ആദ്യം വരിക. പിന്നെ അത് വരും. പിന്നെ എന്റെ വീഡിയോസ് അങ്ങനെയൊക്കെയുള്ള ലിസ്റ്റ് കുറെ വരും. എന്റെ പേര് വെച്ചിട്ട് കോമഡി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫിലിംസ്, മൂവീസ്, ഫാമിലി ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞാൻ എല്ലാം നോക്കാറുണ്ട്. എനിക്കിപ്പോഴും മമ്മൂക്കയോടും ലാലേട്ടനൊക്കെ ഇപ്പോഴും എനിക്കിപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും മാറി കഴിഞ്ഞിട്ടില്ല. ഫാൻ മൊമെന്റ് അല്ലേ? ഓ, ഉറപ്പായിട്ടും. അപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. എനിക്ക് അവരെ കാണുമ്പോൾ ഇപ്പോഴും ആ ഒരു ചാർജാണ് നമ്മുടെ മുന്നിൽ. ഞാൻ യൂട്യൂബിൽ പുറത്ത് സിനിമകളുടെ ക്ലിപ്പിംഗ്സ് കാണുന്നതിന്റെ കൂടുതൽ കണ്ടിട്ടുള്ളത് ഇവരുടെ വീഡിയോസാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത് ഞാൻ പറഞ്ഞു, ഞാൻ നാടുവാഴികളിലെ രാവിൽ പൂന്തേൻ തേയിടും പൂങ്കാറ്റ് ആ പാട്ട് എത്ര തവണ കാണണമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഒരു ബൈക്കിന്റെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ആ പാട്ടായിരിക്കും. എന്താ ഹീറോ പരിപാടി പുള്ളിയുടെ. ഇതൊക്കെ കണ്ടിട്ടാണ് പിന്നെ സിനിമയിൽ അഭിനയിച്ച സ്റ്റാർ ആയിക്കോളാൻ തോന്നിയത്. നമുക്ക് ചില ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ. ഉറപ്പായിട്ടും മമ്മൂക്കയുടെ ലാലേട്ടന്റെ പടം കണ്ടുകൊണ്ട് മാത്രമാണ് എനിക്ക് സിനിമയിൽ അഭിനയം. പിന്നെ എനിക്ക് ജയറാമേട്ടന്റെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് ഞാൻ ജയറാമേട്ടന്റെ ഡയലോഗ് കോളേജിൽ എത്ര പെമ്പിളോട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? കുറെ പറഞ്ഞു, നീ ആരടി ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപ്പറ്റോ എന്ന് ചോദിച്ചുകൊണ്ട് ഏതൊക്കെയോ നടിമാരോടുണ്ട്. ഡയലോഗ് അടിയിലും ഒട്ടും മോശം ആശാന്ന് മനസ്സിലായില്ലേ? ഒരു സംവിധായകൻ ഒരു കഥ എഴുതുമ്പോൾ ജോജുവിന് ഈ പടത്തിൽ ഒരു വേഷം കൊടുത്തേക്കാം എന്ന് ചിന്തിക്കണമെങ്കിൽ ആ സിനിമയിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ഗുണ്ടയുടെ റോൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു പോലീസിന്റെ റോൾ ഉണ്ടാവണം. ശരിയാണോ? അങ്ങനെയായിരിക്കും. പുള്ളിയൊക്കെ ഒരു ഗുണ്ട ടൈപ്പ് എന്ന് പറയാം. അങ്ങനെ ഒരു ഗുണ്ടയല്ല, നല്ലൊരു അലമ്പൻ ഗുണ്ട. കുറച്ച് അലമ്പുണ്ട്. അതിനുശേഷം ഇപ്പൊ രാജാതിരാജയിലാണെങ്കിലും ആ സിനിമയ്ക്ക് മുമ്പാണ് ഞാൻ ആദ്യമായി സിനിമ നിർത്തണമെന്ന് ചിന്തിച്ചിട്ടുള്ളത്. രണ്ടു മൂന്ന് എന്നെ നായകനാക്കിയിട്ടൊക്കെ ഒന്ന് എന്നോട് കഥയൊക്കെ പറഞ്ഞു. ഞാനത് കേട്ട് ഓടിപ്പോയി. കാരണം അത് ഫീൽഡ് ഔട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായി. എനിക്കെന്നെ പേടിയെ പോയി കേട്ട് കഴിഞ്ഞപ്പോൾ. കാരണം ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ട് എന്റെ സിനിമ എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ ആരൊക്കെ വരുന്നു ഞാൻ തന്നെ സ്വയം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തപ്പോൾ ഒരു 5-8 പേര് തോന്നി. അല്ല 6 പേര് എന്റെ വീട്ടുകാരാ, 2 സുഹൃത്തുക്കളും. അപ്പൊ അത് വിട്ടിട്ട് ആരും വരുമെന്ന് വെച്ച് കഴിഞ്ഞപ്പം എനിക്ക് തന്നെ ഒരു ഇത് തോന്നിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത്രയും നല്ല വേഷങ്ങളൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വന്നിരുന്നില്ല പുള്ളിയുടെ. അപ്പൊ ഇങ്ങനെ വരാണ്ടായി കഴിഞ്ഞപ്പം എനിക്ക് തന്നെ സ്വയം തോന്നി, എന്റെ ആഗ്രഹം നടന്നു, സിനിമയിൽ അഭിനയിക്കണം, ഇതുപോലത്തെ ഒരു വലിയ വേഷം കിട്ടി, ഇനി വേണമെങ്കിൽ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകാം. അത് പോയി കഴിഞ്ഞാൽ പിള്ളേരുടെ കാര്യം എന്താവും, അതൊക്കെ അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ടെൻഷനായി. ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ അത് കിട്ടുന്നില്ല. ഇപ്പൊ ഡ്യൂപ്ലി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാം. ഹോട്ടൽ മാനേജ്മെന്റ് അത്ര മോശം ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് പുറത്തുള്ള രാജ്യത്ത് പോകാമെന്നുള്ളൊരു തീരുമാനം കുടിയേറുകയും. ഏത് രാജ്യത്തായിരുന്നു? കാനഡ. ചെറുതൊന്നല്ല, പിടിക്കുമ്പോൾ പുളിക്കുമ്പി പിടിക്കണമല്ലോ. അപ്പോ കാനഡയിൽ പോകാനായിട്ടുള്ള ശ്രമങ്ങൾ ഞാൻ അതിന്റെ ഒരു ഗ്രൗണ്ട് വർക്ക് ഒക്കെ തുടങ്ങി. പുറത്തോട്ട് പോവാം, അവിടെ ജോലി ചെയ്യാം, ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി അങ്ങ് തീരുമാനിച്ചത്. ആ സമയത്താണ് രാജാതിരാജയിൽ എന്നെ വിളിച്ചിട്ട് എന്റെ പ്രൊഡക്ഷൻ്റെ ആൾ പറഞ്ഞു, ഒരു 3 ദിവസം അഭിനയിക്കേണ്ട ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഫോൺ വണ്ടിയിൽ വെച്ചിട്ട്, അപ്പൊ ആ സമയത്ത് ഞാൻ ഫോൺ കൈ കൊണ്ടു നടക്കണില്ല. കാരണം ഈ വിളിക്കുന്നതൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളാണ്, എക്സൈറ്റ്മെന്റുകളൊന്നുമില്ല. അപ്പൊ എന്റെ കുറച്ച് എനർജി ഒക്കെ താന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം മറൈൻ ഡ്രൈവിൽ വന്ന് വണ്ടി കയറുന്ന സമയത്ത് എന്റെ ഫോണിൽ ഉദയേട്ടൻ, അജയുടെ ഒക്കെ, ആൻഡ്രോട്ടൻ ഒക്കെ കുറെ ഫോൺ കോളുകൾ വന്നിരുന്നു. അപ്പൊ ഞാൻ എന്താണ് അവർ വിളിച്ചിട്ടുള്ളത്? അപ്പൊ ഞാൻ നേരെ ആൻഡ്രോട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞുടാ നിനക്കൊരു ലോട്ടറി അടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ കാര്യം, നാളെ പറയാന്ന് പറഞ്ഞു. ഞാൻ നേരെ അജയനെയൊക്കെ വിളിച്ചു. അപ്പൊ ഞങ്ങളൊരു ചെറിയ ഡിസ്കഷനിലാണ് പറഞ്ഞു. അപ്പൊ എന്താ സംഭവം, എന്താ ഇതിലൊരു മെയിൻ ക്യാരക്ടർ ഉണ്ട്, ആ ക്യാരക്ടർ നിന്നെ കൊണ്ട് ചെയ്യിക്കാനായിട്ടുള്ള കാര്യം ഉദയേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതിന്റെ ഡിസ്കഷനാണ്. മമ്മൂക്ക് ഓക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. മമ്മൂക്ക് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് നിങ്ങൾ തീരുമാനം, നാളെ പറയാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം എന്നോട് 3 ദിവസത്തിന് വേണ്ടി അഭിനയിക്കാൻ വിളിച്ചതാണ് ആ പടത്തിൽ തന്നെ. അത് നേരെ 40 ദിവസം ഞാൻ അഭിനയിക്കേണ്ട മെയിൻ റോളായിട്ട് മാറി. അങ്ങനെയാണ് രാജാതിരാജയിൽ അയ്യപ്പൻ എന്നുള്ള ക്യാരക്ടർ എനിക്ക് കിട്ടുന്നത്. അത് കിട്ടി ലോട്ടറി, അത് മൊത്തം
മൊത്തം എല്ലാവരും അറിഞ്ഞു, ഭയങ്കര സംഭവമായി. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയി. പക്ഷെ എന്റെ ടെൻഷൻ ഇത് ഞാൻ എങ്ങനെ അഭിനയിക്കും എന്നുള്ളതായി. മമ്മൂക്കയുടെ കൂടെയുള്ള ക്യാരക്ടറാണ്, എങ്ങനെ അഭിനയിക്കും എന്നുള്ള ടെൻഷനായി. ഞാൻ സെറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാവരും എന്റെ മുഖത്തേക്ക് ഇങ്ങനെ സംശയത്തോടു കൂടി നോക്കുക. കാരണം എന്താ വെച്ചാൽ ഞാൻ അഭിനയിച്ചിട്ട് ശരിയായില്ലെങ്കിൽ ഇന്ന് തന്നെ പറഞ്ഞു വിടും. അപ്പൊ എനിക്ക് ഉറപ്പായി ഇത് ഞാൻ അഭിനയിച്ചാൽ ശരിയാവാൻ പോണില്ല. പേടിയുണ്ട് എനിക്ക് മൊത്തത്തില്. കാരണം ഇങ്ങനെ അതിന്റെ ഇടയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഞാൻ നിൽക്കുന്നത് കാണാതെ പറഞ്ഞിട്ട് പോവാ, ഒരുത്തനെ കൊണ്ടുവന്നിട്ടുണ്ട്, മര്യാദയ്ക്ക് കാശ് കൊടുത്ത് വേറെ ആളിൽ വെച്ച് അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ ആ റോള് വലിയ റോൾ, അതൊന്നും അവനെ കൊണ്ട് ചെയ്താൽ ശരിയാവില്ല. ഇത് ഞാൻ കേട്ടോണ്ടിരിക്കുക. അതോടുകൂടി നമ്മുടെ ഒരു ഇത് പോയി. അങ്ങനെ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മമ്മൂക്കോട് ഫസ്റ്റ് ഡയലോഗ് പറയുന്ന സ്ഥലത്ത് എനിക്ക് പറയാൻ പറ്റുന്നില്ല, ചെയ്തിട്ട് ശരിയാവുന്നില്ല. എന്റെ തെറ്റുന്നതല്ല എന്റെ പ്രശ്നം. ഞാനാണെങ്കിൽ ചുറ്റുമുള്ള എല്ലാവരും നോക്കുക, ഇവരൊക്കെ എന്നെ കുറിച്ച് എന്തായിരിക്കും പറയേണ്ടാവുക. ഇങ്ങനത്തെ ടെൻഷൻ കയറി പിരിമുറുകി. അപ്പൊ നമ്മുടെ മമ്മൂക്ക എന്റെ അടുത്ത് തോളത്ത് കൈവച്ചിട്ട് പറഞ്ഞു, എടാ നീ എന്തൊക്കെയോ പുള്ളി എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ട് അവസാനം പുള്ളി പറഞ്ഞു ആ ഡയലോഗ് ഒന്ന് വലിച്ചു പറഞ്ഞ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ അങ്ങ് കംഫർട്ടബിൾ ആക്കിയിട്ട് ഇനി അവൻ പറഞ്ഞോളും നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ആ പറച്ചില് ശരിയായി, ആ ക്യാരക്ടറിലേക്ക് എൻ്റർ ആയി. അത് ഭയങ്കര ഒരു നിമിഷമായിരുന്നു. അങ്ങനെ ഒരു സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അവിടെ എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ കയറാൻ കുറച്ച് പാടാ. ഈ റൗണ്ടിന്റെ പേര് ഷൂട്ട് ഔട്ട് അറ്റ് സ്പോട്ട്ലൈറ്റ് എന്നാണ് കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അധികം ഒന്നും ആലോചിക്കും ചെയ്യരുത് കേട്ടോ ഉത്തരത്തിന്. പടപടയെന്ന് എനിക്ക് ഉത്തരം കിട്ടണം, കള്ളത്തരവും കാണിക്കാൻ പാടില്ല. ജോജുവിന്റെ അഭിപ്രായത്തിൽ ഒരു നായകനാവാൻ വേണ്ട അത്യാവശ്യം വേണ്ട ഒരു 3 ഗുണങ്ങൾ പറഞ്ഞേ. ആദ്യം അഭിനയിക്കാൻ അറിയണം, അത്യാവശ്യം നന്നായിട്ട് പെരുമാറാൻ അറിയണം, കോമൺ സെൻസ് വേണം. ഈ പറഞ്ഞതിൽ ജോജുവിന് ലാവിഷ് ആയിട്ടുള്ള എന്താ? എല്ലാം കുറേശ്ശെ ഉണ്ട്. ഈ പറഞ്ഞ 3 ഗുണങ്ങളുടെ ലാവിഷ് ആയിട്ട് ജോജുവിന് സ്വയം തോന്നിയിട്ടുള്ളത് ഈ ക്വാളിറ്റീസ് എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സാധനം എത്തിയാണ്. സ്വയം പൊക്കലായി പോകുന്നത്. അതുകൊണ്ട് ഇല്ലെന്നേ, അത്യാവശ്യം കോമൺ സെൻസ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അഭിനയിക്കാൻ അറിയില്ല, അഭിനയിക്കാൻ ആഗ്രഹമാണ് കൂടുതൽ, നന്നായിട്ട് പെരുമാറാനും അറിയില്ല, അത്യാവശ്യം പെരുമാറുന്നു തോന്നുന്നു. ശരി, സ്വന്തം ശരീരം 6 പാക്ക് ആണോ ഫാമിലി പാക്ക് ആണോ? അത് വലിയ പാക്കായി പോയി. ഫാമിലി അല്ല, ഡബിൾ എക്സൽ പാക്കാ. അതെ. ആഗ്രഹം എന്താ, 6 പാക്ക് ആണോ ഫാമിലി പാക്ക് തന്നെയാണോ? അയ്യോ ഇത് വേണ്ട, എനിക്ക് ഇത് കുറച്ചേ കൊള്ളാന്നുള്ള കാര്യമുണ്ട്. പക്ഷെ ഈ ഭക്ഷണം കണ്ടാലുള്ള ഒരു ആക്രാന്തം ഇപ്പോഴും മാറിയിട്ടില്ല. 6 പാക്ക് ഒക്കെ ഒരു സ്വപ്നം പോലെ ഇരിക്കല്ലേ? അതില്ല, കുറച്ച് കുറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ കുറയ്ക്കും. സപ്പോസ് ഇപ്പൊ ഏതെങ്കിലും ഒരു സംവിധായകൻ കിടക്കട്ടെ മണിരത്നം ഒരു 6 പാക്ക് ഒക്കെ ചെയ്യാനുള്ള ഒരു അവസരം തരുകയാണെങ്കിലോ അങ്ങനെ റോള് തരണേ ചെയ്യോ? ഇതിന് സത്യമായിട്ടും ഇതേ സിറ്റുവേഷൻ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അത് മണിരത്നമല്ല, നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ എന്റെ അടുത്ത് തടി കുറയ്ക്കണ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇന്ന് വരെ എനിക്ക് പറ്റാത്തൊരു കാര്യം. അത് മാത്രം എന്തോ പിന്നെ കൂടുതൽ ചോദിക്കണ്ടല്ലോ. BP, കൊളസ്ട്രോള്, ബ്ലഡ് ഷുഗർ, ഇതിലുള്ളത് എന്തൊക്കെയാ? കൊളസ്ട്രോൾ ഉണ്ട്, ഇല്ലാത്ത എന്തൊക്കെയാന്ന് പറഞ്ഞാൽ BP ഇല്ല, മറ്റേ ഷുഗർ ഇല്ല, അതൊന്നുമില്ല. കൊളസ്ട്രോൾ ഉണ്ട് ആവശ്യത്തിന്. എന്നിട്ടാണ് ഈ തീറ്റയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കണ എപ്പോഴും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കൺട്രോളാ, പെട്ടികൾ കുറച്ചതാ. എത്ര ദിവസം കൊണ്ട്? 15 ദിവസം. ചാർലി പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം വാങ്ങിയ കാറിന്റെ വില? അയ്യോ അത് ജാടയായി പോകും. എന്നാലും സാരില്ല, പറഞ്ഞോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസ ഉണ്ടെന്ന് തോന്നുന്നു. എത്ര വിലയെ പറയൂ? കാറ് ഞാൻ മുറ്റത്ത് കിടക്കണ കണ്ടു. അതിന് ഞാൻ വാങ്ങിയത് അതിന്റെ ഒരു ഏറ്റവും ടോപ്പ് എൻഡ് മോഡലല്ല, 33 ലക്ഷം രൂപത്തോളം ഉണ്ട്. അത് ചാർലിക്ക് ശേഷം വാങ്ങിച്ചാണോ? അതെ അതെ. പറയുമ്പോഴൊക്കെ ഒരു വിനയോ. ശരി, സാമ്പത്തിക ഭദ്രതയ്ക്ക് അനുയോജ്യനായ വരനെ തേടുന്നു എന്നൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് സാമ്പത്തിക ഭദ്രതയ്ക്ക് അനുയോജ്യനായിട്ടുള്ള ഒരു നായകൻ മലയാളം ഇൻഡസ്ട്രിയിൽ ആരാ? നമ്മുടെ മെയിൻ എല്ലാവരും ഇപ്പൊ മുഖ്യധാരയിലുള്ള ഒരാളെ പറഞ്ഞാൽ മതി, ഏറ്റവും ടോപ്പ് എൻഡിൽ നിൽക്കുന്ന ഒരാള്. എന്തൊരു ചോദ്യമാണ്. എനിക്ക് ഈ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് എന്നെ സംബന്ധിച്ച് എന്റെ ഒരു മേഖലയല്ല, അഭിനയിക്കാന്നുള്ളതാണ്. എനിക്ക് ഈ മച്ചന്മാരുടെ കൂടെ അഭിനയിക്കേണ്ടത്. ഞാൻ ഒരാളുടെ പേര് പറയുമ്പോ മറ്റാൾ എന്നോട് പിറ്റാണേ നിനക്ക് അവനല്ലടാ വലത്, നീ അവനോട് പോകണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കും. ഇതോടുകൂടി സ്പോട്ട്ലൈറ്റും കഴിഞ്ഞ് വീട്ടിലിരിക്കാം. അപ്പൊ അങ്ങനെ ഒരാളുണ്ട്, കുറെ പേരുണ്ടല്ലോ മനസ്സിലുണ്ട്. നമ്മളിവിടെ ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള നടന്മാര് ഇഷ്ടം പോലെ ഉണ്ട്. മെയിൻ ഇല്ല, ഒരാളായിട്ടില്ല. പറയൂ, താങ്കൾ പറയൂ ആരാണെന്ന്. ഞാൻ പ്രൊഡ്യൂസർ ഒന്നല്ലല്ലോ, പറയൂ, താങ്കൾക്ക് നല്ല ധാരണയുണ്ടല്ലോ. എനിക്ക് എന്തിനാണ് ഈ ശമ്പളം തരണമെന്നറിയോ? അപ്പുറത്തിരിക്കുന്ന ആളെങ്ങനെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് കുറേ സ്ഥലങ്ങളില് ഈ സിനിമയിൽ വന്നതിൽ കടപ്പാട് പറഞ്ഞവരുടെ ലിസ്റ്റില് മമ്മൂക്കയുടെയും അനൂപ് മേനന്റെയും പേര് ജോജു പറയണത്. എന്റെ കടപ്പാടിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു 10 ദിവസത്തെ പ്രോഗ്രാം ആക്കേണ്ടി വരും. കാരണം വാസ്തവം അതിലൊക്കെ എനിക്കൊരു മെയിൻ റോളൊക്കെ തന്നത് പത്മകുമാർ എന്നുള്ള ഡയറക്ടറാണ്. ആ പടത്തിലൊന്നും ഞാൻ അഭിനയിച്ചത് അത്ര കണ്ട് ശരിയായില്ല. പക്ഷെ എന്നാലും പപ്പേട്ടൻ എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. എന്റെ അടുത്ത് നമ്മുടെ ചേട്ടത്തിന്റെ പോലത്തെ ഒരാളുണ്ട്, ഷാജി വർഗീസ്. പുള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പണിയെടുത്ത് ചോദിച്ചുവിടാ. എന്റെ അടുത്ത് ഒന്ന് ചോദിച്ചതാ, നിനക്ക് നീ ഒന്നും ഒരിക്കലും അഭിനയിച്ച് നേരാവാൻ പോകണില്ല, നിനക്ക് അഭിനയിക്കാൻ അറിയില്ല, നിനക്കത് അറിയാഞ്ഞില്ല. പുള്ളി ഡ്രാമയൊക്കെ ചെയ്യുന്ന ആളാണ്. എന്നെ അതുപോലെ ചെയ്തു പറയാം, എന്റെ നന്മയ്ക്ക് വേണ്ടി പറയണതാണ്. അങ്ങനെ പുള്ളി എന്നെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് വരെ കൊണ്ടുപോയിട്ടുണ്ട്. അതെ, പുള്ളി കൊണ്ടുപോയിട്ട് പുള്ളിയുടെ ഫ്രണ്ടാ. അപ്പൊ പുള്ളി പറഞ്ഞു, ഇവൻ കല്യാണം കഴിച്ചു, 10 പൈസ കയ്യിലില്ല, നല്ല കടമുണ്ട്, ഇവൻ ഇപ്പോഴും സിനിമ കാണണം, ഇവനാണ് അഭിനയിക്കാനും അറിയില്ല എന്ന് പറഞ്ഞു. പുള്ളി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് പുള്ളി ഡോക്ടറിനോട് സംസാരിച്ചിട്ട് ഷാജിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഷാജി നീ ഇതിനു വേണ്ടി വലിയ തലകയണ്ട, കാരണം അവൻ ഒന്നുകിൽ സിനിമ കൊണ്ട് നന്നാവും, അല്ലെങ്കിൽ അവൻ നമ്മൾ റോട്ടിൽ കാണില്ലേ സിനിമയിലൊന്നും അഭിനയിക്കാൻ വേണ്ടി പ്രാന്തായിട്ട് നടക്കുന്ന ആൾക്കാരല്ലേ,
അതുപോലത്തെ ഒരാളാവുന്ന പുള്ളിയോട് നേരിട്ട് പറഞ്ഞു. പിന്നെ ഷായിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ ആയി നിന്റെ തീരുമാനങ്ങളായെന്ന് പറഞ്ഞാൽ എന്നെ വിട്ടു. പക്ഷെ ഈ ബെസ്റ്റ് ആക്ടർ ഇറങ്ങിയിട്ട് എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കുറെ ആൾക്കാർ വിളിച്ചു. ഷാജി എന്ന് പറഞ്ഞ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ആ പടത്തിൽ നന്നായിട്ടുണ്ട്. ആദ്യമായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞിട്ടുള്ള ഒരാളാണ് പുള്ളി, എന്റെ നന്മയ്ക്ക്. അപ്പൊ ആളങ്ങനെ പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്റെ ടേണിംഗ് പോയിന്റ് തുടങ്ങുന്നത് നേരം അത് കഴിഞ്ഞിട്ട് പുള്ളി ആട്ടിൻകുട്ടി. അപ്പൊ ഇതിന് മുമ്പുള്ള സൗഹൃദം എന്ന് വെച്ചാൽ ബിജു മേനോൻ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് പോലെ എന്നെ സഹായിച്ചിട്ടുണ്ട്. പട്ടാളം എന്നുള്ള സിനിമയിലാണ് ഞാൻ ത്രൂ ഔട്ട് ഒരു മെയിൻ റോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ലാൽ സാറ് ഒരു ഫംഗ്ഷനിൽ വെച്ച് എന്നോട് പറയുന്നത്, ഞാൻ വെറുതെ ചോദിച്ചു, സാറേ എന്തെങ്കിലും പരിപാടി ഡേറ്റ് ഫ്രീ ആണ്, നമ്മളെ ഡേറ്റ് ഉണ്ട് കേട്ടോ എന്തെങ്കിലും ഉണ്ടോ. പുള്ളി ഇങ്ങനെ തിരിച്ചു പറഞ്ഞു, നിനക്കൊരു 30 ദിവസത്തെ ഒരു വർക്കുണ്ട്, ചെയ്യാൻ പറ്റുമോ എന്റെ പടത്തിൽ. ഞാൻ കൈമ കയറി സത്യം പറ, ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ ചോദിച്ചു. പുള്ളി പറഞ്ഞു, അതേടാ സീരിയസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ പുള്ളി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ബോറടിക്കണ്ടോ ഞാൻ പറഞ്ഞിട്ട്? അയ്യോ ഇല്ല, കേട്ടേ പറ്റൂ, ഞാൻ പറയും. അപ്പോൾ അങ്ങനെ ഞാൻ ലാൽ സാറ് അങ്ങനെ ഒരു വേഷം, അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ പടം. ഒപ്പം എന്നെ കൊണ്ട് ആദ്യമായിട്ട് തമാശ പറയിപ്പിച്ച് തുടങ്ങിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനൂപ് മേനോനാണ്. ഹോട്ടൽ കാലിഫോർണിയ എന്നുള്ള പടം പുള്ളി എഴുതിയിട്ടുള്ള എല്ലാ സ്ക്രിപ്റ്റിലും ഞാനൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ടാവും. ഇതിനൊക്കെ മുമ്പേ പട്ടാളം എന്നുള്ള സിനിമയ്ക്ക് ശേഷം എന്നെ ഒരുപാട് സിനിമകളിൽ ചെറിയ വേഷത്തിന് മമ്മൂക്ക റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്നും അല്ലാത്തൊരു കാലത്ത് ആകെ ഒരു ഗുഡ് മോർണിംഗ് റിലേഷനുള്ളൂ. ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ്. രാവിലെ പോകുമ്പോൾ പേടിച്ചിട്ട് പോയിട്ട് ഒരു ഗുഡ് മോർണിംഗ് അവിടെ നിന്ന് റിപ്ലൈ കിട്ടാൻ വേണ്ടി മമ്മൂക്കയുടെ മുന്നിൽ പോയിട്ട് ഗുഡ് മോർണിംഗ് നിൽക്കാന്ന് പറയുമ്പോൾ ഗുഡ് മോർണിംഗ്. അതുപോലെ തന്നെ പോകാൻ നേരം ഞാൻ ഓടി പോയിട്ട് ഗുഡ് നൈറ്റ് നിൽക്കാം. ഇത്രേ ഉള്ളൂ. ഈ ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ അന്ന്. എന്നെ സംബന്ധിച്ച് വൻ ലോട്ടില്ല. നമ്മളൊരു സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ കെയർ ഓഫ് മമ്മൂട്ടി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. ചെറിയ വേഷം ചെയ്യാൻ ചെല്ലുമ്പോൾ അത് ഒരു എന്താ പറയാ, എനിക്ക് മനസ്സിലാവും അത് കൂടുതൽ പറയാൻ പറ്റില്ലല്ലോ. അയ്യോ, മാർട്ടിനും എബ്രിഡ്ഷൈനും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞാൻ അഭിനയിച്ച് എന്തെങ്കിലുമൊക്കെ ശരിയാവുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ നിർദ്ദേശങ്ങളൊക്കെ ഭയങ്കര. കാരണം നമ്മൾ ബോർ ചെയ്യുന്നുണ്ടെങ്കിൽ മുഖത്തടിച്ച പോലെ എന്ത് ബോറാടാന്നുള്ളത് നീ കൂടെ നടക്കരുതിട്ടോ പറഞ്ഞു കളയവര്. അങ്ങനെയുള്ള ക്രിട്ടിസൈസ് ചെയ്യുന്നതുകൊണ്ടൊക്കെ തന്നെ ഇവരെ കൊണ്ടൊക്കെ നല്ലത് പറയിപ്പിക്കണല്ലോ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ മാക്സിമം ശ്രമിക്കും. അങ്ങനെ എത്തി. ഇതിനിടയ്ക്ക് ഒരു കോംപ്ലിമെന്റ് പറയട്ടെ, ഞാൻ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ്. എവിടേക്കോ ഒരു ബിജു മേനോൻ കട്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്കോ ബിജു മേനോൻ കണ്ടെങ്കിൽ ഭയങ്കര ലോട്ടറി അല്ലേ, പുള്ളി എന്തൊരു ചുള്ളനാണ്. നമ്മൾ സ്പോട്ട്ലൈറ്റ് തുടങ്ങിയപ്പോ തന്നെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ അങ്ങനെ വെറുതെ ഒന്നും പറയാറില്ല, പറയുന്നതൊക്കെ സത്യമായിരിക്കുന്നുള്ളത്. ശബ്ദത്തിന് ഒരു ബേസും കൂടി ഉള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ വളരെ അടുത്ത് അറിയാവുന്ന ഒരാളാണ്. പുള്ളിയുടെ സൗണ്ട് വരെ എനിക്ക് കൃത്യമാണ്. ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. പുള്ളിയുടെ സൗണ്ട് ഇപ്പൊ ഇത് എന്റെ സൗണ്ട് ആണെങ്കിൽ പുള്ളിയുടെ സൗണ്ട് എന്താടാ എവിടെയാടാ അങ്ങനെയുള്ള കട്ടികൂടി ഒരു സൗണ്ടാണ് പുള്ളിയുടെ സൗണ്ട്. ചെയ്യാറിയോ? കാരണം ഇത്ര നേരം കൊണ്ട് മമ്മൂക്കേനെ അനുകരിച്ച് കാണിച്ചു, മിമിക്രി ചെയ്തിട്ടുണ്ട്. ഞാൻ കലാഭവനിൽ ഇന്റർവ്യൂവിന് പോയിട്ടുള്ള ആളാണ് മിമിക്രി കളിക്കാനായിട്ട്. മിമിക്രി ചെയ്തിട്ടുണ്ട്. ഞാൻ കലാഭവനിൽ ഇന്റർവ്യൂവിന് പോയിട്ടുള്ള ആളാണ് മിമിക്രി കളിക്കാനായിട്ട്. കാരണം വേറൊന്നുമില്ല, ആ സമയത്ത് മിമിക്രിയിലൂടെയാണ് സിനിമ ഞാൻ ശ്രമിക്കുന്ന സമയത്ത്. അപ്പം അതിനുവേണ്ടി മിമിക്രി പഠിച്ചു. കുറെ നടന്മാരുടെ സൗണ്ടൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് പഠിച്ചിട്ട് അത് വെച്ചിട്ട് കലാഭവനിൽ ചെന്നപ്പോൾ ബിരു പറഞ്ഞു, അവര് നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരെ വെച്ചിട്ടൊക്കെ മിമിക്രി കളിക്കുന്നത്. ഞാനവിടെ പോയിട്ട് എന്റെ മുഖത്തും മനസ്സിലുണ്ട് ഞാൻ പറയുന്നത് അതാന്നുള്ളത്. സൗണ്ട് വേറെ ആയിരിക്കുമല്ലോ, പക്ഷെ അതും ഭയങ്കര രസമാണ്. എന്നെ അന്ന് ഇന്റർവ്യൂ ചെയ്തത് കലാഭവനിലെ ജിമ്മി എന്ന് പറഞ്ഞ ആളായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു മോനെ, ഇതിൽ നന്നായിട്ട് സൗണ്ട് എടുക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട്, അവര് പണിയിലാണ്ടിരിക്കുക, ഇത് ഇത്രയും പോരാ, ഇതൊന്നും പോരാ, ഇത് നീ സ്ട്രിങ്സ് മ്യൂസിക് സൗണ്ടുകളൊക്കെ ഉണ്ടാക്കണം, ഗിറ്റാറിന്റെ സൗണ്ട്, തബല. അപ്പൊ ഞാനിങ്ങനെ ചുണ്ടോട് ഇങ്ങനെ കടിച്ചു കാണിച്ചു. അപ്പൊ പുള്ളി എന്നോട് മിണ്ടാണ്ട് എന്നോട് പറഞ്ഞു, ഇതാണോ തബല, ഇങ്ങനെയല്ലേ തബല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നിരാശയിലാക്കിയിട്ട് ആ കോൺഫിഡൻസ് ഞാൻ തിരിച്ചുപോയി. ഒരു വർഷം മുമ്പ് ഞാൻ ഏതൊരു സ്ഥലത്ത് വന്നപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഹലോ എൻ്റെ പേര് ജിമ്മി എന്ന് പറഞ്ഞു. എനിക്കറിയാം ചേട്ടൻ, എനിക്കറിയാം. എന്നെ അറിയോ? എങ്ങനെ അറിയും? ഞാൻ പണ്ട് ചേട്ടൻ്റെ അടുത്ത് ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട് ഇതിൽ കളിക്കാം. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് ഇന്റർവ്യൂ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നല്ലോണം തെറി കൊണ്ട് തിരിച്ചു ഓടിച്ചു എന്ന് പറഞ്ഞു. പുള്ളി എന്നോട് ഇന്ന സിനിമയിലെ വേഷം നന്നായിരുന്നു, എനിക്ക് നിങ്ങളുടെ അഭിനയം അങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചു. അതൊരു റിട്ടേൺ നല്ല രസമുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ കുറെ സ്ഥലത്ത് ഇന്റർവ്യൂനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഇഷ്ടംപോലെ ആൾക്കാർ ഇനിയും കാണാൻ റോട്ടിലൊക്കെ വെച്ചിട്ട്. അത് നല്ല മനോഹരമായ ഒരു ആചാരമായിരുന്നു. ആണല്ലേ? ഇപ്പൊ ഞാൻ ഒരാളെ അനുകരിക്കാൻ പറഞ്ഞ ആരെയാ പെട്ടെന്ന് അനുകരിക്കാം? അങ്ങനെ അനുകരിക്കാനൊന്നും അറിയില്ല. ഞാനിത് ഇവര് സംസാരിക്കുന്ന ശൈലി, ഇപ്പം എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ബിജു മേനോന്റെ ശൈലിയിൽ ഞാൻ അഭിനയിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ രൂപത്തിലോ ഇതിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാം. ഞാൻ ഓസ്കാർ അവാർഡിന് വേണ്ടി മത്സരിക്കുന്ന ഒരു നടനാണെങ്കിൽ ഇതൊക്കെ വലിയ കുറവുകളായിട്ടൊക്കെ കാണാം. തീർച്ചയായും അങ്ങനെ ഒരു മത്സരത്തിന് ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഞാൻ എന്നെ ബിജുമേന്റെ പോലെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ കോളേജിൽ ഇനോഗ്രേഷൻ വന്നതാണ് ബിജുമേനോൻ. അപ്പൊ ഞാൻ ഇങ്ങനെ അവിടെ നിന്നിട്ട് പുള്ളിനൊക്കെ ആരാധനയോട് കൂടി നോക്കി നിന്നിട്ടുണ്ട്. പുള്ളി ഇട്ട ഡ്രസ്സ് എനിക്കന്ന് ഓർമ്മയുണ്ട് ഇപ്പോഴും. ഒരു ബ്ലാക്ക് പാന്റും ഒരു ആഷ് കളർ ഷർട്ടും ഇൻസേർട്ട് ചെയ്തിട്ട് ചുള്ളനായിട്ട് വന്നു. പെണ്ണുങ്ങളൊക്കെ പുള്ളി നോക്കി നിൽക്കണ കാണണം എന്നൊക്കെ. അപ്പൊ ആളുടെ പോലെ ഞാൻ ഒരിക്കലും സാധ്യതയില്ല. ആള് തന്നെ ചുള്ളൻ. സിനിമാ താരം അവനൊക്കെ ഇത്രക്ക് ഇഷ്ടമുള്ള ആളല്ലേ? അപ്പൊ ഡ്രസ്സിങ്ങിലൊക്കെ ശ്രദ്ധിക്കോ? ഇപ്പൊ വലിയ സ്റ്റാറൊക്കെ ആയല്ലോ,
ജോജു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അറിയാമല്ലോ. അല്ല എന്തൊക്കെ ഇട്ടാലും ഞാൻ തന്നെയല്ലേ. ചില റോളുകൾ ചില സംവിധായകർ വിചാരിക്കും തന്മയത്വത്തോടുകൂടി ചെയ്യാനായിട്ട് ഈ ആളെ ഏൽപ്പിക്കാം. അങ്ങനെ ഇടി എന്ന് പറഞ്ഞ സിനിമയിൽ വാസ്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചില ആൾക്കാർ നമുക്കറിയാം ഈ ആള് ചെയ്ത അത് ഭദ്രമായിരിക്കുന്നത്. ആ വിചാരം ഒട്ടും തെറ്റിയില്ല കേട്ടോ. ജോജു നല്ല അസലായിട്ടാണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 4 ആള് പറഞ്ഞോ പടം ഇറങ്ങി കഴിഞ്ഞപ്പോ? വാസ്കോ എനിക്ക് കുറച്ച് നല്ല റിവ്യൂ കിട്ടിയ പടം. 2 കാര്യം ഉണ്ടായിരുന്നു. അത് എൻ്റെ അടുത്ത് സാജിദ് ഈ സിനിമ ആലോചന തുടങ്ങിയ സമയത്ത് ഏകദേശം എനിക്കോട് 2 വർഷമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുന്നു. 1.5 വർഷം മുമ്പേ ഒക്കെ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു വേഷമുണ്ട്, കഥ കേൾക്കണമെന്നൊക്കെ എന്നോട് പറയും. ഭയങ്കര എനർജിയാണ് സാജിദ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ക്യാരക്ടർ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും ഞാനത് കേട്ടിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഒരു എനർജിയും ഇതിനോടുള്ള താല്പര്യം കാണുമ്പം എന്തെങ്കിലും ഒരു പരിപാടി അവൻ ഒപ്പിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പം ഇത് വന്ന് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അപ്പം തന്നെ തോന്നി. കാരണം 2 ക്യാരക്ടറൈസേഷൻ ഉണ്ട്. അപ്പോൾ ആ 2നും ഇങ്ങനെ ഇൻട്രൊഡക്ഷനും പിന്നെ തമാശകൾ വരുന്ന വഴിയൊക്കെ ഇപ്പം ഏകദേശം വലിയ വെളുപ്പില്ലാതെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം കിട്ടി. പിന്നെ എനിക്ക് നാടൻ വേഷങ്ങൾ എനിക്ക് പരിചിതമുള്ള ചുറ്റുപാടായതുകൊണ്ട് ഭയങ്കര സ്ട്രെയിൻ എടുക്കേണ്ട വന്നിട്ടില്ല അങ്ങനെ വേഷങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ വലിയ പരിക്കില്ലാതൊക്കെ ചെയ്തു പോകാൻ പറ്റും. നന്നായി എന്നുള്ളത് പിന്നെ നാട്ടുകാരൊക്കെ പറഞ്ഞ് അല്ല വേറെ കാര്യമുണ്ട്. നമ്മള് നന്നായി എന്ന് പറയുന്നത് പ്രേക്ഷകന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇല്ല. ഡയറക്ടറാണ് അത് നന്നായി എന്ന് പറയുന്നത്. ശരിക്കും പുള്ളി ആ ക്യാരക്ടറിന്റെ വേറെ ലെവലൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ, അത് നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഡയറക്ടേഴ്സിനോട് ചോദിക്കണം. ഡയറക്ടർ എന്ത് പറഞ്ഞു? ഇടി സാജിദ് ഹാപ്പി ആണെന്നാണ് എന്നോട് പറഞ്ഞത്. വേറെ ആരോട് എന്തെങ്കിലും പറഞ്ഞോ എനിക്കറിയില്ല. എന്നോട് നല്ലതെന്ന് പറഞ്ഞു. എന്നോട് നല്ലതെന്ന് പറഞ്ഞു. കൂടുതൽ ചെയ്യാൻ കംഫർട്ടബിൾ ഏതാ? കോമഡി ആണോ അതോ സീരിയസ് വേഷമാണോ? അങ്ങനെയല്ല, നമ്മൾ സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കേട്ടോ, ഇപ്പൊ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് സ്ക്രിപ്റ്റിൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കഥയുടെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും തോന്നുന്നു. നല്ലൊരു സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് ആ കഥയിൽ ഈ ഒരു ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാരക്ടറിന്റെ ഒരു അഭിനയിക്കുന്നതിന്റെ ഒരു ബേസ് ഒക്കെ ചിലപ്പോൾ മനസ്സിലാവും. നമുക്ക് മനസ്സിലായില്ല പറഞ്ഞത്. ഞാൻ ചോദിച്ചാൽ കുട്ടി വലിയൊരു പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ. ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ. കൂടുതൽ കംഫർട്ടബിൾ ആണോ കോമഡി ചെയ്യാനാണോ അതോ സീരിയസ്? അല്ല, അങ്ങനെ ഒരു ഇതില്ല. കുറച്ച് എനർജിയുള്ള ക്യാരക്ടേഴ്സിനോടാണ് താല്പര്യം കൂടുതൽ. ആ കോമഡിയും ഒക്കെയാണ്. വില്ലൻ ചെയ്യാൻ ഇഷ്ടമാണ്. ജീവിതത്തിൽ എങ്ങനെ ഭയങ്കര കോമഡിയാണോ? ഞാനോ? ഭയങ്കര കോമഡി. ഞാൻ ഡെയിലി രാവിലെ എണീറ്റ് 10 കോമഡിയൊക്കെ പറഞ്ഞിട്ടായിരിക്കും. പിന്നെ എനിക്ക് തോന്നി എന്തെങ്കിലും ചളി പോലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടായിരുന്നു ഓർത്ത വേണ്ടായിരുന്നു. ജീവിതത്തിൽ എങ്ങനെ സീരിയസ് ആയ മനുഷ്യനാണോ അങ്ങനെ ചോദിക്കാലോ. ഇതിപ്പോ രാവിലെ നമ്മള് എന്താ പറയാ 3 നേരം കുളി കഴിക്കണ പോലെ ഉച്ചയ്ക്ക് ഒരു കോമഡി, വൈകുന്നേരം ഒരു കോമഡി, രാവിലെ ഒരു കോമഡി, അങ്ങനെ ഇല്ല. അതൊക്കെ നടന്നു പോകുന്നു. സാഹചര്യങ്ങളും സമ്മർദ്ദം പോലും പല സിറ്റുവേഷനിലും പല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുക. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ചിലപ്പോൾ നമ്മൾ പോയെന്നിരിക്കും. ആർക്ക് വേണ്ടി? എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംശയം ചോദിക്കട്ടെ. ജന്മനാ കാശുകാരനാണോ അതോ സ്വന്തമായിട്ട് കാശുണ്ടാക്കിയതാണോ? ജന്മനാ കാശുകാരനായിരുന്നു ഞാൻ ഇവിടെ ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങിയാണ്. അല്ല, പൊതുവെ തൃശ്ശൂർക്കാരൊക്കെ അത്യാവശ്യം നല്ല കാശുള്ളവരാന്ന് ഞാൻ കേട്ട് പരിചയമുണ്ടോ, അതുകൊണ്ട് ചോദിച്ചാ. എന്റെ ലൈഫിൽ ഇങ്ങനെ കേറ്റിറക്കങ്ങളായിരുന്നു. ഞാൻ ജനിച്ചപ്പോ ഭയങ്കര കാശുകാരനായിരുന്നു. അതല്ലേ ചോദിച്ചാ ജന്മനാ കാശുകാരനായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ആ കാശ് മൊത്തം പോയി. കയ്യിലിരിപ്പോണ്ട് കളഞ്ഞാണോ? എന്റെ അല്ല, ഞാൻ ചെറുപ്പത്തിൽ എന്റെ കയ്യിലിരിപ്പോണ്ട് എങ്ങനെ കാശ് പോകും? അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ജോലികളൊന്നും ആകെ ഈ കാലത്തിനിടയിൽ ഒരു 6 മാസത്തെ ജോലി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, സിനിമയിലല്ലാതെ. വേറെ ഒരു പണി എടുത്തിട്ടില്ല ഇതുവരെയായിട്ട്. ഇത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ശേഷം സ്ക്രീനിൽ നിന്ന് മറ്റേ നാടോടിക്കാരിൽ ശ്രീനേട്ടൻ പറഞ്ഞിറങ്ങിയപ്പോ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഞാൻ. പക്ഷെ അതിൽ പിന്നെ ശ്രീനേട്ടൻ പറഞ്ഞാൽ കുറച്ചും കൂടി ഇതായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ഇച്ചിരി ശോകമായിട്ടുള്ള പറച്ചിലായിപ്പോയി. എന്റെ ഒരു ടൈം സ്പാൻ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 94 മുതൽ ഇപ്പോഴത്തെ 2016 എത്ര വർഷമായി ഇപ്പൊ? 2004, 2014, 22 വർഷം. 94 ഞാൻ ആദ്യമായിട്ടൊരു സെറ്റിൽ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മുഖം കാണിച്ചത് 96 മഴവിൽ കൂടാനും. ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞത് 99. അപ്പം ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഈ സിനിമയിൽ വന്നതിന് ശേഷമാണ് കാശുകാരനായെന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം പൈസ കണ്ടുപിടി ആ സമയത്താന്ന് വേണമെങ്കിൽ പറയാം. എന്തേ പിന്നെ പ്രൊഡ്യൂസറായി കളയാൻ തീരുമാനിച്ചത് ചാർലിയോട് കൂടി? ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല കേട്ടോ പ്രൊഡ്യൂസർ, 3 പേരിൽ ഒരാളാണ്. പക്ഷെ അത് മാർട്ടിനായിട്ടുള്ള സൗഹൃദത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അതങ്ങനെ സംഭവിച്ചു. പക്ഷെ ആ സിനിമ 8 അവാർഡ് കിട്ടി, സ്റ്റേറ്റ് അവാർഡ് കിട്ടി. എനിക്കും കിട്ടി ഒരെണ്ണം. എനിക്ക് കിട്ടിയ പടത്തിനല്ല, എനിക്ക് ലുക്കാ ചുപ്പിയും സെക്കൻഡ് ക്ലാസ് യാത്ര. ഞാനൊരു കോളേജിൽ ഫംഗ്ഷനിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് അവാർഡ് എന്റെ ഫ്രണ്ട് വിളിച്ച് പറയുന്നത്. നിന്റെ പേര് പറഞ്ഞാ പേര് ജോസഫ് ജോർജ് എന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്റെ പേര് അറിയാം, എന്റെ പേര് അനൗൺസ് ചെയ്തത് അങ്ങനെ. അതുകൊണ്ട് ആ ദിവസം അവാർഡ് കിട്ടി. എന്നെ എല്ലാവരും വിളിക്കുന്നു വെച്ചിട്ടിരുന്നിട്ട് 2 ദിവസത്തേക്ക് ഒരാൾ പോലും എന്നെ വിളിച്ചില്ല. കാരണം എന്റെ പേര് ജോസഫ് ജോർജ് എന്ന് പറഞ്ഞപ്പോ ഇത് ആരപ്പ ഇയാള് എന്നുള്ള ലൈനിലേക്ക്. പിന്നെ ഈ ഫോട്ടോ, ഈ സ്പെഷ്യൽ ജൂറി മെൻഷന്റെ ഫോട്ടോ ഏറ്റവും ചെറുതായിട്ട് വരിക. അത് എന്റെ 20ാമത്തെ വയസ്സിലെടുത്തൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ഇതിലിട്ടത്. സിനിമേനെ ഇപ്പം ഒരു നടന്റെ കണ്ണിലൂടെ നോക്കി കണ്ടിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ കണ്ണിലൂടെ നോക്കി കണ്ടിട്ടുണ്ട്, ഒരു പ്രൊഡ്യൂസറിന്റെ കണ്ണിലൂടെ നോക്കി കാണുമ്പോൾ എന്താ വലിയ വ്യത്യാസമായിട്ട് തോന്നുന്നത്? ഇത് ഭയങ്കര രസമുള്ള ഒരു ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞാൽ. സിനിമ നമ്മൾ ഒരു കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 3-4 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് അറിയാം. അടിച്ചാൽ ലോട്ടറിയാണ്. അടിച്ചില്ലേൽ നാട് വിടാം,
ആത്മഹത്യ ചെയ്യാം, കുറെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അത്തരം മനോഹരമായ ആചാരങ്ങൾ ഒരുപാട് ചെയ്യാം. കഴുത്തിൽ മാലയൊക്കെ ഇട്ടിട്ടുണ്ടോ? ഉണ്ട്, 3 ഉണ്ട്. വണ്ണമൊക്കെ ഉണ്ടോ? ഇല്ല, ഞാൻ അത്തരം പരിപാടികളില്ല. അല്ല, സിനിമയിലൊക്കെ കാണിക്കുമ്പോ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോ 10 പേരെല്ലാം മോതിരമൊക്കെ വേണമല്ലോ, അതുകൊണ്ട് ചോദിച്ചാൽ എത്ര ഉണ്ട്? ചെറിയ ചരടല്ലേ ഉള്ളൂ നമ്മുടെ കയ്യില്. എത്ര രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം? അത് ഡിപ്പെൻസ് പ്രൊജക്ടിനെ അനുസരിച്ചിട്ടിരിക്കും. എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു ധൈര്യം വരാൻ, എന്നാ പിന്നെ ഞാനും കൂടി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കാം. ഇപ്പം നമ്മുടെ സിനിമയിലുള്ള മെയിൻ ഹീറോസിനെ വെച്ചിട്ടൊക്കെ ഒരു സിനിമ ചെയ്യാനായിട്ട് അത്ര വലിയ പൈസയുടെ ആവശ്യമൊന്നുമില്ല. ചാർലി എന്നുള്ള സിനിമ അല്ല ചോദിക്കും, ദുൽഖർ അഭിനയിക്കുന്ന പടമാണ്, മാർട്ടിൻ ബ്രക്കാർഡ് ഡയറക്ട് ചെയ്യുന്ന പടമാണ്. ക്രൈസിസ് ആണെങ്കിൽ പോലും അതിന്റെ സാറ്റലൈറ്റ് ഈസിയാണ്. ഒരുപാട് നമുക്ക് പുറത്തുനിന്ന് പൈസകൾ വരും, റൈറ്റ്സും കാര്യങ്ങളായിട്ട്. അപ്പൊ ഈ റൈറ്റ്സും ഇതെല്ലാം കണ്ടോണ്ടാണ് പിന്നെ പ്രൊഡ്യൂസ് ചെയ്തേക്കാൻ തീരുമാനിച്ചത്? തീർച്ചയായിട്ടും അത് നമ്മൾ സേഫ് ആയിട്ടുള്ളൊരു കളിക്കേ നിൽക്കുള്ളൂ, അല്ലാതെ നമ്മുടെ അതിനുള്ള പൈസ ഇല്ലല്ലോ. അല്ല, എന്നാലും കയ്യിൽ എത്ര രൂപ ഒരു പ്രൊഡ്യൂസർ ആവാം? അറ്റ്ലീസ്റ്റ് ഒരു ചങ്കൂറ്റം വേണമല്ലോ പ്രൊഡ്യൂസർ ആണെങ്കിൽ. അത് ഡിപ്പെൻസ് പ്രോജക്റ്റിനനുസരിച്ചായിരിക്കും. ചോദിക്കട്ടെ, ഒരു 2 കോടി പ്രൊഡ്യൂസർ ആവാൻ പറ്റുമോ? ഓ, ധാരാളം. പിന്നെ ദുൽഖർ സൽമാനും കിട്ടുമോ? അത് പോയി ചോദിക്കേണ്ടി വരും. ഒരു സെയിങ് ഉണ്ട്, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഉരുള പഞ്ഞം. തടി കണ്ടിട്ടാണോ? ഞാനിപ്പോ കുറഞ്ഞിരിക്കുക, തടിയൊക്കെ കുറച്ചിരിക്കുക. എത്ര കിലോ കുറച്ചു? ഞാനിപ്പോ 8 കിലോ തടി കുറച്ചു. എത്ര നാളുകൊണ്ട്? ശരിക്കും പറഞ്ഞ ഒരു 10-15 ദിവസം. 15 ദിവസം കൊണ്ട് 8 കിലോയോ? മാജിക് അത്. കൃത്യമായ ഡയറ്റ് നോക്കി, കൃത്യമായ ഒരു പ്ലാനിലൂടെ തിരിച്ചിറങ്ങി വീണ്ടും ചെറുതായിട്ട് കൂടി തുടങ്ങുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എത്ര വെയിറ്റ് ആണ്? ഞാനിപ്പോ 112 കിലോ ഉണ്ട്. എന്റെ അമ്മ, എത്ര ഹൈറ്റ്? 6 അടി 2 ഇഞ്ച് ഉണ്ട്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ തടി തന്നെയാണോ? ഭക്ഷണം കഴിച്ചിട്ട് തന്നെ? അതെ, അത് കഞ്ഞിയും പയറും കുടിച്ചിട്ടൊന്നുമല്ല, നല്ല തിറ്റ തിന്നിട്ട് തന്നെയാണ് തിന്ന് തന്നെ തടി കയറ്റിയത്. ഞാൻ കൊറേ കേട്ടിട്ടുണ്ട്, കൊറേ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഫുഡിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഉടനെ തന്നെ ജോജുവിനെ വിളിച്ചാൽ മതി എന്ന് പലരും പറയാൻ കേട്ടിട്ടുണ്ട്. സത്യമാണ്. എനിക്ക് അത്യാവശ്യം എൻ്റെ കയ്യില് നമ്മുടെ കേരളത്തില് അങ്ങോളം ഇങ്ങോളമുള്ള കുറെ നല്ല ഫുഡ് ജോയിന്റ്സ്, പക്ഷെ ചെറിയ കടകളാണ് എല്ലാം. ഇപ്പൊ രാവിലെ 5 മണിക്ക് തുറക്കുന്നു. ഇപ്പൊ തൃശ്ശൂർ ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാൽ, തൃശ്ശൂർ കൊടകര കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അമ്മച്ചിയുടെ ഒരു കടയുണ്ട്. സിനിമയിൽ ഒരുപാട് പേര് കയറിയിട്ടുണ്ട്. 5 മണിക്ക് തുറക്കും, 10:30 വരെ കച്ചവടം ചെയ്യുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം രാവിലെ. അവരുടെ വീട്ടില് അരിപ്പൊടി പൊടിച്ച് വറുത്ത് അവരുണ്ടാക്കുന്ന പുട്ടും കടലയും പപ്പടവും, അത് രാവിലെ നല്ല ചൂട് പപ്പടവും പുട്ടും കടലയും ആവി പുറക്കുന്ന രീതിക്കിട്ട് എങ്ങനെയുണ്ടാവും? നല്ല എഗ് റോസ്റ്റും ഉണ്ട്. ഒരു ചെറിയ ഷെഡാണത്, 2 മേശയുള്ളൂ, പക്ഷെ അത് ഫുള്ളായിരിക്കും എപ്പോഴും. ഞങ്ങൾ എപ്പോഴും 5:30 പോകണമെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സൗഹൃദം എല്ലാവരും അവിടെ നിന്നാണ് രാവിലെ കഴിക്കുക. അങ്ങനെ ഓരോ ജില്ലയിലും സ്ഥലങ്ങളുണ്ടോ? ചാലക്കുടിയിലുണ്ട് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പോയിട്ട് ഊണ് കഴിക്കാൻ പോയിട്ടുണ്ട്. അഹങ്കാരം കൊണ്ടല്ല, കൊതി കൊണ്ടാ. ഞാൻ ഡയറ്റിന് പോയപ്പോൾ എനിക്കറിയാം അവിടെ പോയി കഴിഞ്ഞാൽ ഈ പച്ചവെള്ളം കിട്ടില്ല എന്നുള്ളത്. ഞാൻ പോണ വഴിക്ക് നേരെ ഉച്ചയ്ക്ക് വാസുവേണ്ട കടയുണ്ട് ചാലക്കുടിയിൽ. എന്താ ഫുഡ് എന്ന് അറിയൂ? എന്താ ഫുഡ്? ഈ ബീഫും കായയും, പിന്നെ നാടൻ കോഴി വറുത്തരച്ചത്, തേങ്ങയിട്ട് വറുത്തരച്ചിട്ടുള്ള കറിയുണ്ട്, താറാവും ഉരുളൻകിഴങ്ങും ഇട്ടിട്ട് മപ്പാസ് പോലെ ഉണ്ടാക്കും. കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. അങ്ങനെ കുറെ ഫുഡ് ജോയിന്റ്സ് എനിക്കറിയാം. അങ്ങനത്തെ കണ്ണൂർ ഒരു സ്ഥലം പറഞ്ഞേ കേക്കട്ടെ. കണ്ണൂർ എത്തുന്നതിന് മുമ്പ് വടകര, അതൊരു കേറ്റങ്കർമ്മ റൈറ്റ് സൈഡിൽ, അറിയുന്നവർക്ക് അറിയായിരിക്കും, വടകര നാഷണൽ. അവിടെയാണ് ഞാൻ സ്ഥിരം പോകാറുള്ളത്. ചെറിയ കടയാണ്. അവിടെ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാഷണലിലെ മീൻ വറുത്തതും ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തട്ടത്തിമറയത്തിന് ഞാൻ നിവിൻ ഒക്കെ കൂടി പോയിട്ട് ഓരോരുത്തരും 6 മീൻ വറുത്തൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട്. അവിടെ കോഴിക്കോട് കുറെ ഉണ്ട്. സൈനത്താണ്ട് കടയുണ്ട്. ഏറ്റവും ഉച്ചയ്ക്കാണെങ്കിൽ അവിടെ അമ്മ ഹോട്ടലിൽ പോയിട്ട് മീൻ വറുത്തതും ചോറും. ചെറിയ സെറ്റപ്പ് ആയിരിക്കും, പക്ഷെ ഗംഭീര ഭക്ഷണമായിരിക്കും. കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് പോകുമ്പോൾ, സ്ഥലത്തിന്റെ പേര് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് കട അറിയാം. ബീഫിന്റെ എല്ലുകറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എല്ലുകറിയും ഗീ റൈസും. അതൊരു പമ്പിനോട് ചേർന്നിരിക്കുന്ന ഒരു കടയാണ്. ടൈം ഒപ്പിച്ച് വന്നിട്ട് അവിടെ നിന്ന് ഈ എല്ലുകറിയും ചോറും തിന്നും. എന്താ രുചി! മനുഷ്യനെ കൊതിപ്പിക്കട്ടോ. യുഎയിലൊക്കെ പോയിട്ടില്ലേ പ്രാവശ്യം? യുഎയിലുണ്ട് ദേശ് പർദേശ്, പാകിസ്ഥാനി റെസ്റ്റോറന്റ്. മൂവാൻ പിക്ക് എന്നൊരു ഹോട്ടലുണ്ട്, അതിന്റെ അടുത്താ ദേശ് പർദേശ്. അതിന്റെ അമ്പോ രക്ഷയില്ലാത്ത പേരുകളൊക്കെ പറയാൻ വലിയ പാടാ. പക്ഷെ ചീഞ്ചട്ടിയിൽ നെയ്യിട്ടിട്ട് മട്ടൺ കുക്ക് ചെയ്ത് കൊണ്ടുവന്ന് വെക്കും. ഭയങ്കര ഇങ്ങനെ പുകയുണ്ടാവും, പക്ഷെ ഭയങ്കര യെല്ലോ കളർ ഗ്രേവി ഒക്കെ ആയിട്ട്. നമ്മളിപ്പോൾ എന്തിനായിരിക്കുന്നത്? ഹോട്ടൽ തുടങ്ങാൻ വല്ല പ്ലാൻ ഉണ്ടോ? ഹോട്ടലിൽ തുടങ്ങി റെസ്റ്റോറന്റ് തുടങ്ങി പരിചയമുള്ള ഒരാളാണല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. എന്തിനാ റെസ്റ്റോറന്റ് ഒക്കെ എന്നിട്ട് തുടങ്ങും? ഇനിയും ഒരു ഹോട്ടൽ തുടങ്ങി തുടങ്ങും. എനിക്കൊരു ധാബ തുടങ്ങണമെന്നുണ്ട്. പഞ്ചാബി ധാബയല്ല, ധാബ എന്നുള്ള പേരിൽ കേരളത്തിലെ ഫുൾ നാടൻ ഭക്ഷണങ്ങൾ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക്. സ്വന്തമായിട്ട് ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ സ്വന്തമായിട്ട് കൊതി വരുന്ന അസുഖമുണ്ടോ? എനിക്ക് കുറച്ചു നേരമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഭയങ്കര എന്നിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു ശീലമുള്ളൂ, ഈ ഫുഡ്. അയ്യോ, അത് ഞാൻ ഫുഡ് അഡിക്ഷനാണ്. ഞാൻ ഭയങ്കര അഡിക്റ്റാ. അപ്പൊ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഉണ്ണിയെ കണ്ടാൽ അറിയാം ഉരുള പഞ്ചെന്ന്. കറക്റ്റാ. ഈ റൗണ്ടിന്റെ പേര് പാഞ്ച് കാ പഞ്ച് എന്നാണ്. എന്താ പാഞ്ച് കാ പഞ്ച്? ഓക്കെ. ഹിന്ദിയൊക്കെ അറിയോ? മതി അത്രയൊക്കെ മതി. 5ന്റെ ഇടി എന്ന് പറയും. അതായത് 5 വാക്കുകൾ ഞാൻ പറയും. ഈ ഓരോ വാക്കും പറയുമ്പോൾ ആദ്യം എന്താണോ മനസ്സിൽ വരുന്നത് അതങ്ങോട്ട് പറഞ്ഞാൽ മതി. പൊറോട്ടയും ബീഫും. അയ്യോ, എത്ര കൊതിയാ! അയ്യോ, ചില സ്ഥലത്തുണ്ട് പൊളിയത്. പറയുമ്പോ തന്നെ വെള്ളം വരുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷൻ. അടിപിടി എന്ന് പറയുമ്പോഴോ? നാട്ടിൽ വെച്ച് നടത്തിയിട്ടുണ്ട് ഞാൻ. തൃശ്ശൂരാ? മാളയില്.
മാളയിൽ വെച്ച് അത്യാവശ്യം അടിപിടി നടത്തിയിട്ടുണ്ട്. കൊടുത്തോ വാങ്ങിയോ? കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കിട്ടിയത് ഓർമ്മയില്ല, കൊടുത്തതാ ഓർമ്മ. എത്ര കൊടുത്തിട്ടുണ്ട്? സാമാന്യം പള്ളിപ്പെരുന്നാളുള്ള ഇടികളാണ് കൂടുതലും. എന്ത് കാര്യത്തിന് അടി ഉണ്ടാക്കുക? അത് ചുമ്മാ നമ്മുടെ അഹങ്കാരം കാണിക്കും, ഷോ കാണിക്കുന്നത്, പെൺപിള്ളേരുള്ള ആളാൻ വേണ്ടി. പണ്ട് ചെയ്ത കാര്യങ്ങൾ അതൊക്കെ. ആറടിയൊക്കെ ഉണ്ടല്ലോ, ഒരടി സീരിയസ് ആയിപ്പോയി. അത് മാത്രമേ ഉള്ളൂ. സ്റ്റിച്ച് കിടണ്ടി വന്നോ? എനിക്കല്ല, എന്റെ കൂടെ വന്നവർക്ക് കുറച്ച് പ്രശ്നം പറ്റിപ്പോയി. അപ്പം നമ്മൾ അതോടുകൂടി പേടിച്ചുപോയി. പാരാന്ന് പറയുമ്പോഴോ? ഓഹ്, രണ്ടുമൂന്ന് മുഖങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. ഇതിന് എന്നെ നോക്കണേ? അല്ലല്ല, രണ്ടുമൂന്ന് പേരുണ്ട്. അത് ഭയങ്കര രസമാണ്. ഞാൻ സിനിമയിലുള്ള രണ്ടുമൂന്ന് സുഹൃത്തുക്കളാണ്. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് രണ്ടുമൂന്ന് പേര് ചോദിച്ചിട്ടുള്ള. പേര് പറയണോ? വെറുതെ എനിക്ക് പറയാനായിട്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ വെറുതെ എന്തിനാ ഇടി വാങ്ങണേന്ന്. ഇനി അടിപിടി എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇതായിരിക്കും ഓർമ്മ വരണേ. കളവ് എന്ന് പറയുമ്പോഴോ? അപ്പന്റെ കാശ് കെട്ടെടുത്തിട്ടുണ്ട് പണ്ട്. ഞാൻ എല്ലാ വെള്ളിയാഴ്ച എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് കെട്ടിയത് സിനിമയ്ക്ക് പോയിരുന്നു. കാരണം വെള്ളിയാഴ്ച സിനിമ പറയുമ്പോൾ സൈക്കിൾ ഓട്ടി പടം കാണാൻ പോകും. അന്ന് പോകാനുള്ള ഇൻകം എന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റലേ വഴിയുള്ളൂ. ഒറ്റയ്ക്കായിരുന്നു അതോ ഒറ്റയ്ക്കായിരുന്നു. മറവി എന്ന് പറയുമ്പോഴോ? അത് അസാമാന്യം നല്ല രീതിയിലുള്ള ആളാണ് ഞാൻ. എന്താ മറവി എന്ന് പറയുമ്പോ? ഒരു ഇൻസിഡന്റ് ആണോ, ഒരാളുടെ മുഖമാണോ ഓർമ്മ വരുന്നത്? ഫോൺ മറന്നു വെച്ചു പോകും എല്ലായിടത്തും. സ്ഥിരമുള്ള പരിപാടിയാണ്. പിന്നെ ഞാൻ തുടക്കം തുടങ്ങി ചിന്തിക്കുക എവിടെ ഇറങ്ങിയെന്ന്. ഇപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവിടെ ഇരിക്കണം കൃത്യമായിട്ട്. ഇതുവരെ ആരും എടുത്തോണ്ട് പോയിട്ടൊന്നുമില്ലല്ലോ അവിടുന്ന്? പോയിട്ടില്ല. ദൈവം സഹായിച്ചു ഇതുവരെ. ബേസിക്കലി ഒരു തൃശ്ശൂർക്കാരനാണ്, പക്ഷെ താമസം എറണാകുളത്ത്. ഒരു ടിപ്പിക്കൽ തൃശ്ശൂർക്കാരൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ പറയും കണ്ടറിയാൻ തൃശ്ശൂർക്കാരനാണ്. അങ്ങനെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ മുഖത്ത് നോക്കിയിട്ട്? എന്റെ സംസാരം ഞാൻ എറണാകുളത്ത് വന്നുകൊണ്ട് മാറിയതാ. ഞാൻ പണ്ട് ഭയങ്കര തൃശ്ശൂർ സ്ലാങ് ആയിരുന്നുണ്ട്. അത് ഇവിടെ വന്നപ്പോ മാറിയതാ. ശരി, കേക്കട്ടെ. അങ്ങനെയാണ് ഒരു ടിപ്പിക്കൽ തൃശ്ശൂർക്കാരൻ എങ്ങനെയാ പെട്ടെന്ന് മനസ്സിലാക്കുക? ഇങ്ങനെ തുടങ്ങും. ഒരാളുടെ സംസാരത്തിൽ നിന്നേ മനസ്സിലായി തുടങ്ങും തൃശ്ശൂർ എനർജി കുറച്ച് കൂടുതലാന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് പലപ്പോഴും. വെറുതെ എന്താടാന്ന് ചോദിക്കണേ ഇത്ര വെയിറ്റ് എടുത്ത് ചോദിക്കും. പിന്നെ ഭയങ്കര ജോണട്ടൻ, അത്തരം വിളികളൊക്കെ അത് മറ്റുള്ളവർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് നമ്മുടെ അവിടെയുള്ള ആ ഭാഷ ഭയങ്കര രസമായിട്ട് തോന്നാറുണ്ട്. സ്വന്തം നാട്ടുകാരെയൊക്കെ എറണാകുളത്തൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. കാരണം തൃശ്ശൂർക്കാരെ ആരെ കണ്ടാലും ഒരു സന്തോഷം തോന്നും. ഞാൻ അവരായിട്ട് എപ്പോഴും കോണ്ടാക്ട്സ് ഉള്ളതുകൊണ്ട് അങ്ങനെ വിട്ടു നിൽക്കാറില്ല. എപ്പോഴും കോണ്ടാക്ട്സ് ഉണ്ട് എല്ലാവരുമായിട്ടും. നമ്മൾ പൊതുവെ പറയേ ഈ കൊച്ചിക്കാരെ കണ്ടാലൊക്കെ നമുക്ക് ആളെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം മാസാവസാനം 5 പൈസ ഇല്ലെങ്കിലും കാണുമ്പോ യോയോ ബഡീസ് ആയിരിക്കും. എല്ലാം മുടിയൊക്കെ കെട്ടിയിട്ട് സൈഡിൽ കൂടെ ഒക്കെ വകഞ്ഞിലെടുത്തിട്ട് അങ്ങനെയൊക്കെ തൃശ്ശൂർക്കാർക്ക് അങ്ങനെ ഒരു ലുക്കൊക്കെ ഉണ്ടോ? തൃശ്ശൂർ കാശുള്ളവർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇവർക്ക് ഇത് പ്രകടിപ്പിക്കാൻ പറ്റാത്തതിന്റെ ഒരു അസ്വസ്ഥത ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പ്രാഞ്ചിയേട്ടൻ ഭയങ്കര ഒരു വലിയൊരു ഗ്രൂപ്പുണ്ട് അങ്ങനെ തൃശ്ശൂര്, റിയൽ ലൈഫ്. പിന്നെ അത് ചെറിയ കാശുകാരൊന്നും അല്ല. പക്ഷെ അവര് പൈസയുടെ കണക്കും കാര്യങ്ങളും ഞാനത് നമ്മുടെ അവിടെയുള്ള ആളുകൾ കാണുമ്പോൾ ഭയങ്കര കണക്കൂട്ടലും കാര്യങ്ങളൊക്കെ. അതായത് തൃശ്ശൂരുള്ള ഒരാൾ ഇപ്പം എനിക്കറിയുന്ന തന്നെ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തുണ്ട്. പുള്ളിക്ക് കോടീശ്വരാണ് പുള്ളി. പുള്ളി നമുക്ക് അവിടെ പോയിട്ട് ഊണ് കഴിച്ചാലും നോക്കുമ്പോൾ അവിടെ ഊണിന് ഫിഷ് കറി മീൽസ് 150 രൂപയാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളടുത്ത് പറയും ഇപ്പുറത്ത് പോവാം 100 രൂപയ്ക്ക് നല്ല ഊണ് കിട്ടും എന്ന് പറയുന്ന ഗഡികൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. കൃത്യമായി അത് ഒരു മോശം കാര്യമല്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് അവരുടെ കയ്യിൽ പൈസ നിൽക്കുന്നത്. ഞാനിത് ചിന്തിക്കാത്തതുകൊണ്ട് എൻ്റെ കാശിലുണ്ടാവില്ല, അവരുടെ നിന്ന് കടം വാങ്ങേണ്ടി വരും. അതുകൊണ്ട് തൃശ്ശൂർക്കാരെയും കുറ്റം പറയണ്ട. അത് പറയാൻ പറ്റില്ല. നല്ല കാര്യമാണ് അത്. അങ്ങനെ അതിനെക്കുറിച്ച് ധാരണയുള്ളത്. ഈ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ലക്ഷറി കാർ വാങ്ങാൻ തീരുമാനിച്ചു. വിലയൊക്കെ ചോദിച്ചു. ഓക്കെ, വിലയൊക്കെ ഇഷ്ടപ്പെട്ടു. പുള്ളി ഇതിന്റെ മൈലേജ് എത്രയുണ്ട്, ആ വണ്ടിയുടെ മൈലേജ് എത്രയുണ്ടെന്ന് വെച്ചപ്പോ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന വണ്ടിയായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുക, കണക്കൂട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വാങ്ങാൻ പോണ കാറിന്റെ മൈലേജ് വെച്ച് കണക്കൂട്ടി അവസാനം ആ ലാസ്റ്റ് മൊമെന്റിൽ പുള്ളി പറഞ്ഞു ഇതിപ്പോ എടുക്കാറായിട്ടില്ല എന്ന്. അതിന് എടുക്കാതെ തിരിച്ചുപോയി. അത്ര അധികം കണക്കൊക്കെ കൂട്ടിയിരിക്കുന്ന കുറെ പ്രാചേട്ടന്മാർ അവിടെ ഉണ്ട്. പക്ഷെ നല്ല മനുഷ്യരാട്ടോ. ആരെങ്കിലും ഒക്കെ വന്നിട്ട് പറയണ്ടോ? അപ്പൊ ജോജു സിനിമയിലൊക്കെ ആണല്ലോ, എന്നാ പിന്നെ നമ്മളൊരു പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? അവിടെ നിന്ന് ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. ഞാൻ പറഞ്ഞല്ലേ, നല്ല കണക്ക് കൂട്ടുന്ന ആൾക്കാരാ, കച്ചവടത്തിന്റെ കണക്ക് കൂട്ടുന്നവരാണ് അവർ. കൃത്യമായി കണക്ക് കൂട്ടുന്നവരാണ്. പൈസ അനാവശ്യമായിട്ട് ചെലവാക്കില്ല അവർ ഒരു തരത്തിലും. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു സിൻസിയർ ആയിട്ട് പെരുമാറുന്ന ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ തൃശ്ശൂർക്കാരെ കുറിച്ച് ഇത്രയും ട്രേറ്റ്സ് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു സ്വന്തമായിട്ട് തൃശ്ശൂർക്കാരെന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ സ്വഭാവങ്ങൾ ഒരു തൃശ്ശൂരിന്റേതായിട്ട് ജോജുനുള്ളത്? മൊത്തം ഭക്ഷണകാര്യത്തിൽ ഞങ്ങളെല്ലാവരും കൊതിയന്മാരല്ല, നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ് എല്ലാവരും. കിട്ടിയത് മുഴുവൻ വാങ്ങിച്ചു തിന്നുന്നതല്ല, നല്ല രുചിയുള്ള
സാധനങ്ങൾ അത്യാവശ്യം കൂടുതൽ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് തൃശ്ശൂരുള്ളവർ. അതാണ് തോന്നിയൊരു സിമിലാരിറ്റി. ഫേസ്ബുക്കില് പേജ് ഇല്ല, പ്രൊഫൈലാണല്ലേ ഉള്ളത്? എനിക്ക് പ്രൊഫൈൽ മാത്രമേ ഉള്ളൂ. അതെന്താ പേജ് ഇല്ലാത്ത? അത് ഞാൻ ഉണ്ടായിരുന്നു, ഡിലീറ്റ് ചെയ്തു. അത് എന്നെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഡെയിലി അപ്ഡേറ്റ്സും എന്റെ തന്നെ ഫോട്ടോ ഇട്ട് ഡെയിലി കാണിക്കാനായിട്ടുള്ള മടിയും. തിരക്കായോ? തിരക്കല്ല, അത്ര സുന്ദരനല്ലാത്തോണ്ടുള്ള പ്രശ്നമാണത്. ഷോ, അയ്യോ അത് പറയാൻ പറഞ്ഞു. ഫോട്ടോ എടുക്കുമ്പോ ലെഫ്റ്റ് സൈഡ് പിടിച്ച് മാത്രമേ ഫോട്ടോ എടുക്കുള്ളൂ അല്ലേ? ആരാ പറഞ്ഞ ലെഫ്റ്റ് സൈഡ് ഫോട്ടോ എടുത്താല സുന്ദരന്ന്? അല്ല, സ്വയം എടുത്തു നോക്കി കഴിഞ്ഞപ്പോൾ എന്റെ ലെഫ്റ്റ് സൈഡ് മാത്രമാണ് നല്ലതെന്ന് എനിക്ക് തന്നെ തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങനെ ഫോട്ടോ എടുക്കുള്ളൂ. അങ്ങനെ വരുള്ളൂ ഇപ്പോൾ. സംഗതി പറയാം, റേഡിയോ മാംഗോയിൽ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫർ വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്താ ഒരു വശത്തോട്ടൊരു ചെരിവ, ആ വശത്തേക്ക് മാത്രമേ ഫോട്ടോ എടുക്കുള്ളൂ എന്ന്. ഇത് സ്വയം കണ്ടുപിടിച്ചാണപ്പോ? സ്വയം കണ്ടുപിടിച്ചതാ, ആരോടും പറയണ്ട. ഇല്ലല്ല, ആരും അറിയില്ല, ആരും കേൾക്കാനും പോണില്ല. നല്ല വർഷമാണല്ലേ 2016. അതെ, ഇതൊന്നും അവസാനിക്കാതിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോവാ. ഇനിയിപ്പോ ഏതൊക്കെ പടങ്ങളിലാ കരാറൊപ്പിട്ടേക്കണേ? ഇനി ഞാൻ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന ഡയറക്ടേഴ്സിന്റെ സിനിമകളാണ് കൂടുതലും കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിൻ സിദ്ദിഖ് സാറിന്റെ സിനിമയാണ്, ജയസൂര്യ നായകനാവുന്ന ഫുക്രി എന്നുള്ള സിനിമയാണ് ഇമ്മീഡിയറ്റ് ചെയ്യാൻ പോകുന്ന പടം. പുതിയ 1-2 അബ്രിഡ് ഷാന്റെ സിനിമ, അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട് നിലവിൽ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലത്തെ എന്താ പറയാ വലിയ വലിയ ഹിറ്റുകളൊക്കെ വരുന്ന സമയത്തും, വലിയ ഹിറ്റ് എന്നല്ല, അഭിനയിച്ച സിനിമയൊക്കെ ഹിറ്റ് ആവുമ്പോൾ ഇനിയും വരണം കേട്ടോ സ്പോട്ട്ലൈറ്റില് ഗസ്റ്റ് ആയിട്ട്. ഉറപ്പല്ലേ? എത്ര നേരം നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടെന്നറിയോ? എത്ര നേരമായി? 4 മണിക്കൂറായി. എന്റെ അമ്പോ, വിശക്കണ്ടോ? അല്ല, ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ പോയിരുന്നു. വീട്ടിൽ വേറെ പണിയൊന്നുമില്ലേ? ഇങ്ങനെ ഇരുന്നാ മതിയോ? ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ? അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും വിശ്രമിക്കുക. താങ്ക് യു ശാലിനി.